ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യചിലചിതചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാദ് ഗുണിച പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അപി സതതമീഡേ ഗുരുവരാൻ ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാര നാശം വിധായ ഹി തതോദയതേ വിവേകഃ. അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാര നാശം വിധായ ഹി തതോദയതേ വിവേകഃ. ഹരി ഓം ഹരി ഹരി. എല്ലാവരും കൂടി പതിവ് പോലെ ഓങ്കാര ജപം ഒരു തപോനുഷ്ഠാനമായി ലോകം മുഴുവനും അതിൻ്റെ മംഗളപ്രസരണങ്ങൾ എത്തണം എന്ന് വിചാരിച്ച് 3 തവണ ജപിക്കുക. കൈകോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ച് വിഷമിക്കാത്ത തരത്തിൽ നിവർന്നിരുന്ന് മനസ്സും വായും തുറന്നങ്ങോട്ട് ജപിക്കുക. എല്ലാവരും മുക്തകണ്ഠം. എൻ്റെ ശബ്ദത്തിന് കുറച്ച് വിഷമൊക്കെ ഉണ്ട്, അതൊക്കെ നികത്തുക നിങ്ങളെല്ലാവരും കൂടി. ഓ ഓരല്ലോ ഉത്സാഹം. ഓ ഹരി ഓം തസ്. ജയ ഗുരു ജയ ഗുരു. നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ശ്ലോകം ഉണ്ടല്ലോ, അവിടെ നിന്ന് ചൊല്ലാം. 6ാമത്തെ ശ്ലോകം. ധർമാധർമ്മൗ സുഖം ദുഃഖം മാനസാനിനതേ വിഭോ ന കർത്താസി ന ഭോക്താസി മുക്ത ഏവാസി സർവദാ ഏകോ ദ്രഷ്ടാസി സർവസ്യ മുക്തപ്രായോസി സർവദാ അയമേവ ഹി തേ ബന്ധോ ദ്രഷ്ടാരം പശ്യസീതരം അഹം കർത്തേത്യഹം മാന മഹാകൃഷ്ണാ ഹി ദംശിതഃ നാഹം കർത്തേതി വിശ്വാസഃ അമൃതം പീത്വാ സുഖീ ഭവ ഏകോ വിശുദ്ധബോധോഹം ഇതി നിശ്ചയവഹ്നിനാ പ്രജ്വാല്യാജ്ഞാനഗഹനം
വീതശോകസുഖീ ഭവ യത്ര വിശ്വമിദം ഭാതി കൽപ്പിതം രജ്ജു സർപ്പവത് ആനന്ദ പരമാനന്ദഃ സബോധസ്ത്വം സുഖം ചരാ മുക്താഭിമാനീ മുക്തോ ഹി ബദ്ധോ ബദ്ധാഭിമാന്യപി കിം വദന്തീഹ സത്യേയം യാമതി സാ ഗതിർഭവേത് ആത്മാ സാക്ഷി വിഭുഃ പൂർണ്ണഃ ഏകോ മുക്തശ്ചിദക്രിയഃ അസംഗോ നിസ്പൃഹഃ ശാന്തോ ഭ്രമാത് സംസാരവാനിവ കൂടസ്ഥം ബോധമദ്വൈതം ആത്മാനം പരിഭാവയ ആഭാസോഹം ഭ്രമം മുക്ത്വാ ഭാവം ബാഹ്യമഥാന്തരം രണ്ടാമത്തെ കൊല്ലമാണ് നാം അഷ്ടാവക്ര സംഹിതയെ അടിസ്ഥാനമാക്കി ആത്മതത്വ സമീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ പതിവ് പോലെ 8 ദിവസമായിരുന്നു നമ്മുടെ ഈ വിശേഷപ്പെട്ട സമീക്ഷണ യജ്ഞം. ഇത്തവണയും 8 ദിവസം ഇന്ന് പരിസമാപിക്കാൻ പോവാണ്. നാം ഈ പറയുന്നതെല്ലാം നമ്മുടെ ഈ പുണ്യഭൂമിയിൽ അനാദികാലം മുതൽ അനുഷ്ഠാനത്തിലും പ്രചാരത്തിലും സാധനയിലും പഠിപ്പിലും എല്ലാ ദിക്കിലും നമ്മുടെ ഇന്ത്യയുടെ മുക്കിലും മൂലയിലും കാണാം നമ്മുടെ വിശേഷപ്പെട്ട സംസ്കാരത്തിൻ്റെ കണ്ണികൾ. ആ സംസ്കാരത്തിൻ്റെ കണ്ണികളുടെ ഭാഗമാണ് ഈ മാതിരിയുള്ള ക്ഷേത്രങ്ങളും ദേവസന്നിധികളുമെല്ലാം. ഞാൻ ഇതിനു മുൻപ് പറയുണ്ടായി ഇവിടെ തന്നെ നമ്മുടെ സനാതനധർമ്മം സംസ്കാരം നിലനിന്ന് പോന്നിട്ടുള്ളത് ഇവിടെ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളും വന്നു ചേരുന്ന ദേവസന്നിധികളാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ണി. പക്ഷേ അതൊരു മിണ്ടാത്ത ദൈവമാണ് അവിടെ എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അവിടെ വരുന്നവർക്ക് അവരുടെ ഭക്തിയോ ആദരവോ പ്രകടമാക്കി സമാധാനവും സന്തോഷവും ധാരാളം നേടിപ്പോകാം. മനസ്സിലുള്ള ഭാരമെല്ലാം കുറയ്ക്കാം. ജീവിതത്തിന് ഒരു ലാഘവം കിട്ടണം, ലഘൂകരിക്കണം എന്നുള്ളത് നടക്കും. പക്ഷേ മനുഷ്യന് ബുദ്ധി എന്നൊരു ഘടകമുണ്ട്. ആ ബുദ്ധി എപ്പോഴും ആലോചനാശീലമുള്ളതാണ്. അത് ജ്ഞാന കുതുകിയാണ് ആരുടെ ബുദ്ധിയും. മനസ്സ് വൈകാരികമാണെങ്കിൽ, ഭാവാത്മകമാണെങ്കിൽ ബുദ്ധി വിചാരപരമാണ്, ജിജ്ഞാസാപരമാണത്. അപ്പോൾ ആ ബുദ്ധിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടി വരും. എന്താണ് ഭക്തി, എന്താണ് ഭഗവാൻ, ഭക്തി എങ്ങനെയാണ് മുന്നേറുക, അതിന് സാഫല്യം വരാൻ എന്തു വേണം, ഒരു ഭക്തൻ മാതൃകാ മനുഷ്യനാകുന്നത് എപ്പോഴാണ്, സാധന സിദ്ധി വരുന്നത് എപ്പോൾ, സാധകൻ സിദ്ധനാകുന്നത് എപ്പോൾ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ചോദ്യമായും അന്വേഷണമായും വരും. ഇതിനൊക്കെ മറുപടി പറയാനായി ക്ഷേത്രസന്നിധികളോ പൂജാരിമാരോ കൂട്ടിയാൽ കൂടില്ല. അതിനാണ് നമുക്ക് ആശ്രമങ്ങൾ എന്നൊന്നുള്ളത്. ആശ്രമവാസികൾ പൊതുവെ ലോകത്തോട് വിട പറഞ്ഞ് അധ്യാത്മ ജീവിതത്തിൽ മാത്രം ഉറച്ചിരിക്കുന്നവരാണ്. അവിടെ നമുക്ക് തെറ്റില്ല. ഭക്തിയാശ്രമം എന്നൊരാശ്രമമില്ല. അധ്യാത്മം എന്ന് പറയുന്നതേ ഉള്ളൂ അവിടെ. അധ്യാത്മം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഉള്ളിലുള്ള ഉൾസത്തയെ തട്ടി നിൽക്കുന്നത് എന്നാണ് അർത്ഥം. എപ്പോഴും പറയാറുണ്ട് അഹം പ്രത്യയ ഗോചരഹ എന്ന്.
ഞാനെന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നതാണ് ആത്മാ. ആ ആത്മാവിനെ സംബന്ധിക്കുന്നതാണ് അധ്യാത്മം. നമ്മുടെ ജീവിതം മുഴുവനും നിലനിൽക്കുന്നത് ആത്മാവിന് ചുറ്റുമാണ്. നമ്മുടെ ശരീരം ശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഹാർട്ട് മിടിക്കുന്നുണ്ടെങ്കിൽ, ശ്വാസകോശം ചുങ്ങി വികസിക്കുന്നുണ്ടെങ്കിൽ, രക്തം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, ശരീരത്തിൽ നിന്ന് ചൂട് വിസർജിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, എല്ലാറ്റിൻ്റെ ഉള്ളിലും കിടക്കുന്നത് ഈ കൂടസ്ഥമായ ആത്മാവാണ്. ആ ആത്മാവിൻ്റെ പര്യായ ശബ്ദമാണ് വാസ്തവത്തിൽ ഈശ്വരൻ, ബ്രഹ്മം എന്നൊക്കെ പറയുന്നത്. ഇതാണ് നമ്മുടെ സംസ്കാരം. ഭക്തിരൂപത്തിലോ മതാധിഷ്ഠാനത്തിലോ നിങ്ങൾ തേടി നടക്കുന്ന ഈശ്വരൻ, സ്പിരിച്വലായി ആധ്യാത്മികമായി നാം ഊന്നി ഉറപ്പിക്കുന്ന ആത്മാ, ലോകത്തിൻ്റെ എല്ലാം അധിഷ്ഠാനം, അന്തിമമായിരിക്കുന്ന തത്വമോ ഘടകമോ അസ്തിത്വമോ എന്താണെന്ന് ചോദിച്ചാൽ ബ്രഹ്മം. ഈ മൂന്നെണ്ണം ഒന്നാണ് എന്ന് പറയുന്നതാണ് ഹൈന്ദവ ധർമ്മത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വിശേഷം. അതുകൊണ്ട് ഇവിടെ കലഹമില്ല, തർക്കമില്ല, അസഹിഷ്ണുതയില്ല. ആരെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ഭജിച്ചോളൂ, ഭഗവാനെ വിളിച്ചോളൂ, ആശ്രയിച്ചോളൂ. സ്നേഹം കൊണ്ടാകാം, വെറുപ്പ് കൊണ്ടാകാം, മത്സരം കൊണ്ടാകാം, അസൂയ കൊണ്ടാകാം, അസഹിഷ്ണുത കൊണ്ടാകാം. എങ്ങനെയായാലും നിങ്ങളുടെ മനസ്സ് ഭഗവാനോട് ഒരു ആഭിമുഖ്യം പുലർത്തണം. അത് ഏത് നിലയ്ക്കായാലും വിരോധമില്ല. നമുക്ക് നല്ല നല്ല വാക്കുകൾ പറയുന്ന ഒരു സഹസ്രനാമമുണ്ട്. തമിഴ്നാട്ടിൽ ചെന്നാൽ നിന്ദാസ്തുതി എന്നുള്ള സഹസ്രനാമങ്ങളും അവിടെയുണ്ട്. ഞാൻ തന്നെ പറയും, നിന്ദാരൂപത്തിൽ ഒരു സഹസ്രനാമം ഉണ്ടാക്കി കളയാമെന്ന്. എന്താ കാരണം? മനുഷ്യന് പൊട്ടവാക്കുകൾ പറയണം, പലരെയും കുറ്റം പറയണം എന്നുണ്ടാവും. ആ കുറ്റം പറയണതൊക്കെ ഭഗവാനിലായിക്കോട്ടെ. അപ്പോൾ ആ വൃത്തിയൊക്കെ അങ്ങോട്ട് പോയല്ലോ. കൊടുങ്ങല്ലൂരിലുണ്ടായിരുന്ന ഭരണിപ്പാട്ടിനെ പറ്റി അങ്ങനെയാണല്ലോ പറയുന്നത്. ഭരണിപ്പാട്ട് വേറെ, തെറിപ്പാട്ട് വേറെ. അപ്പം മനുഷ്യന് എന്തെല്ലാം തെറ്റ് ചെയ്യണം എന്ന് തോന്നുന്നോ, തെറ്റാണെങ്കിൽ പോലും അതിനും നമ്മുടെ ഭഗവാൻ പാത്രമായിട്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ കൊട്ടയിലെല്ലാം സ്വീകരിക്കാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം വെച്ചുകൊണ്ട് എനിക്ക് ചുരുക്കി പറയാനുള്ളൊരു കാര്യം, ഇന്നലെയാണെന്ന് തോന്നുന്നു, അതോ മെനിഞ്ഞാന്നോന്നറിയില്ല, എൻ്റെ അടുത്ത് ഒരു വനിത ഒരു എഴുത്തെഴുതി തന്നു, എനിക്ക് പറയാനുള്ളതുണ്ടെന്ന് പോയി വായിച്ചു നോക്കി. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് സ്വാമിജി പറയുന്നത് എങ്ങനെയാണ് സാക്ഷാത്കരിക്കാൻ പറ്റുക എന്നൊരു ചോദ്യം. എല്ലാവരും സമുദ്രത്തിൻ്റെ അടുത്ത് ചെല്ലും. അവിടെ ഇറങ്ങി നിന്നാൽ 7 സമുദ്രങ്ങളും തൊട്ടു എന്നാണ് പറയുക. സമുദ്രങ്ങളെല്ലാം നീന്തി കളിച്ച് സർവ്വതിനെയും കവർ ചെയ്യണം എന്നൊന്നുമില്ല. സമുദ്രങ്ങളെല്ലാം പരസ്പരം ഇണങ്ങി നിൽക്കുന്നതാണ്. ഏത് സമുദ്രജലത്തിൽ ഇറങ്ങി നിന്നാലും സമുദ്രസ്പർശം നമുക്ക് കിട്ടി എന്ന് പറയുന്നത് പോലെയാണ്. ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ഒരുപോലെ ഈ ആത്മസ്പർശം അനുഭവിക്കാം എന്നുള്ളതാണ്. അതിന് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. വേണ്ടതാണ് ഞാൻ ഈ 7 ദിവസമായിട്ട് ഇവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ജനകനോട് ഉപദേശിച്ചു കൊടുക്കുന്നത് എന്താ വേണ്ടേ, എന്താ വേണ്ടേ, എന്താ വേണ്ടേ എന്നാണല്ലോ പറയുന്നത്. ഇന്നത് ചെയ്യൂ, ഇന്നത് ചെയ്യൂ, ഇന്നത് ചെയ്യൂ എന്നാണ് പറയുന്നത്. എല്ലാ സമയത്തും ആത്മാവിനെ ഭാവന ചെയ്യൂ. അതിൻ്റെ വിശേഷങ്ങൾ മനസ്സിലാക്കൂ, അതിൻ്റെ നൈശ്ചല്യം മനസ്സിലാക്കൂ, അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കൂ, അതിൻ്റെ അധിഷ്ഠാന സ്വഭാവം മനസ്സിലാക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന ഒരു പിശക് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ദ്രിയങ്ങളിൽ മാത്രം വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം ജനങ്ങൾ. ഇന്ദ്രിയങ്ങൾ ജഡങ്ങളാണ്. ജഡേന്ദ്രിയങ്ങളെ വേണ്ടതുപോലെ പ്രശോഭിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും മനസ്സാണ്. മനസ്സിന് ദിശ നൽകുന്നത് ബുദ്ധിയാണ്. ശരീരത്തിൻ്റെ ഭാഗമാണ് ഇന്ദ്രിയങ്ങൾ. അതൊക്കെ ജഡങ്ങളാണ്. ഈ ജഡശരീരത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത് ഈ ശരീരത്തിൻ്റെ ഭാഗമല്ലാതെ ഉണർവ് രൂപത്തിലുള്ള മനസ്സും ബുദ്ധിയുമാണ്. ആ മനസ്സിനെയും ബുദ്ധിയെയും നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ പ്രയോഗിച്ചില്ല എന്ന് വന്നാൽ ഒരൊറ്റടി മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നമ്മൾ ഭഗവാനെ പോയി ദണ്ഡം പോലെ നമസ്കരിക്കുന്നു. ഈ നമസ്കരിച്ചിട്ട് നമുക്ക് കിട്ടാനുള്ള സംസ്കാരം ശരീരത്തിന് എക്സസൈസോ അതോ മനസ്സിന് നമ്രഭാവമോ? എന്താ അവർ മിണ്ടാതെ? പ്രണാമം എന്ന് പറഞ്ഞാൽ നമിക്കലാണ്. അതിന് നമുക്ക് മനസ്സിനെ നമിപ്പിക്കാൻ ഒരു വഴി അറിയില്ല. ഉണ്ട്, അതിപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ അറിയില്ല, അതുകൊണ്ട് പറയാറില്ല. അപ്പം മനസ്സിനെ ഒരു ദണ്ഡം പോലെ അങ്ങോട്ട് നമസ്കരിക്കുമ്പോൾ
അതിൻ്റെ ഫലം മനസ്സിലുണ്ടാവണം എന്നാണ് നമുക്ക് വിചാരം. ഇത്രയൊക്കെ നമസ്കരിച്ചിട്ടും ജീവിതത്തിൽ കഷ്ടപ്പാടോ വിഷമോ വരുമോ എന്താ എൻ്റെ ഭഗവാൻ എന്നെ തെരഞ്ഞെടുത്ത് ശിക്ഷിക്കണേ എന്ന് ചോദിക്കുന്ന ഭക്തന്മാരാണ് കൂടുതൽ. അപ്പോൾ ഇക്കണ്ട നമസ്കാരമൊക്കെ നമസ്കരിച്ച് ഈശ്വരേച്ഛയുടെ മുൻപിൽ പ്രണമിച്ചിരിക്കുന്ന ഒരു മനസ്ഥിതി അവർക്ക് കിട്ടുന്നില്ലല്ലോ. അതാണ് നമുക്കുള്ള കുഴപ്പം. നല്ല പോലെ നിങ്ങൾ മനസ്സിലാക്കണം. പലപ്പോഴും ഞാൻ പറയാറുള്ളത് ഒന്നും കൂടി ഉറപ്പിച്ച് പറയാം, മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ വികസനമാണ്, വിസ്താരമാണ്, ഉണർവാണ് ഈ പ്രപഞ്ചമടക്കം. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, മൂക്ക് കൊണ്ട് മണക്കുന്നു, നാവ് കൊണ്ട് രുചിക്കുന്നു, ത്വക്ക് കൊണ്ട് സ്പർശിക്കുന്നു. അങ്ങനെ നാം ഉണ്ടാക്കി തീർക്കുന്നതാണ് പ്രപഞ്ചത്തെ. ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങളായി നാമാണ് നിർവചിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെല്ലാം തന്നെ നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്ന് പുറത്ത് നിർഗളിക്കുന്നതാണ്. ആ വ്യക്തിത്വത്തിൽ 4 തരത്തിലുള്ള പ്രവൃത്തികളാണ്. പുറത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ ദൈഹികമായ പ്രവൃത്തികൾ, ദേഹത്തിൻ്റെ അംഗങ്ങളും ഉപാംഗങ്ങളും ചലിപ്പിച്ച് നടത്തുന്നതായ പ്രവൃത്തികൾ. അതിൽപ്പെട്ടതാണ് കാണല്, കേൾക്കലൊക്കെ. അപ്പം ഐന്ദ്രിയ പ്രവർത്തനം, ദൈഹിക പ്രവർത്തനം. അതിൽ തന്നെ പെട്ട വായ ശബ്ദരൂപത്തിൽ ആശയവിനിമയം ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്നു. അപ്പം ദൈഹിക പ്രവൃത്തി 1, വാചിക പ്രവൃത്തി 2. ഇത് രണ്ടുമാണ് കാണപ്പെടുന്നത്, ബാഹ്യം, സ്ഥൂലം. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 തലത്തിലുള്ള പ്രവൃത്തികളുണ്ട്. ഒന്ന് മാനസം, മനസ്സിലുള്ളത്. രണ്ടാമത് ബൗദ്ധം, ബുദ്ധിയിലുള്ളത്. എങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാലും ഈ 4 തലത്തിലുള്ള പ്രവൃത്തികളെ മനുഷ്യ ജീവിതത്തിൽ ഉള്ളൂ. 5ാമതൊന്നുമില്ല. ഇതിൽ ആദ്യത്തെ 2 എന്ന് പറഞ്ഞാൽ ദേഹത്തിൻ്റെ അംഗങ്ങൾ ചലിപ്പിച്ച് ചെയ്യുന്നതും വായ കൊണ്ട് സംസാരിച്ച് ശബ്ദം പുറപ്പെടുവിച്ച് ചെയ്യുന്നതും, ഇത് 2 ഉള്ളടങ്ങുന്നതാണ് നമ്മുടെ ആചാരങ്ങൾ മുഴുവനും. വെളുപ്പാങ്കാലത്ത് നേരത്തെ എണീറ്റ് കുളിക്കുക, ക്ഷേത്രത്തിൽ പോകുക, തൊഴുക, പ്രദക്ഷിണം ചെയ്യുക, പ്രസാദം തൊട്ട് മടങ്ങി വരിക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വിളക്ക് കൊളുത്തി വെച്ച് പൂജാമുറി തുറന്ന് അവിടെ ഇരുന്ന് സഹസ്രനാമം ചൊല്ലുക. അങ്ങനെ ഏതെല്ലാം ഉണ്ടോ ഇതൊക്കെ ആചാരത്തിൽപ്പെടുന്നതാണ്. ആചാരം, ആചാരം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം നല്ല പോലെ ആലോചിച്ച് സംസ്കരിച്ച് രൂപപ്പെടുത്തിയിട്ടുള്ള അനുഷ്ഠാന ക്രമങ്ങളാണ് ആചാരങ്ങൾ. സാധാരണ കുട്ടികൾക്ക് നമുക്ക് ഇതേമാതിരി ഒരു ക്ലാസ് എടുക്കാനോ പറഞ്ഞു കൊടുക്കാനോ പറ്റില്ല. അപ്പോൾ കുട്ടികളുടെ അടുത്ത് കുളിക്കൂ, ഇവിടെയും കൂടി ചില കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരുന്നു. ആചാരപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരുന്ന സമയത്തെങ്കിലും ആ കുട്ടികളെ മുണ്ടുപിടിപ്പിക്കണം. അത് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഇന്ത്യക്കാരോ അതോ വിദേശീയരോ? എന്തു പറ്റി? ബുദ്ധിയില്ലേ തലയിൽ? എല്ലാവർക്കും ഇവിടെ പാൻറ് ഇല്ലേ എന്നാ? എനിക്കുമുള്ള പാൻറ് വേണമെങ്കിൽ. എന്താ നിങ്ങൾ ഈ പറയണത്? ഈ ആചാരം ആർക്ക് വേണ്ടിയിട്ടാണ്? മരിച്ചതിന് ശേഷം കൊണ്ടു നടക്കാനോ? ചെറുപ്പകാലം മുതൽക്ക് ആചാരങ്ങൾ ശീലിക്കണം. ആ ആചാരത്തിൽപ്പെട്ടതാണ് വായ വെടുപ്പാക്കുന്നത്, നാവ് വടിക്കുന്നത്, പല കാര്യങ്ങളും എച്ചിലും വെറ്റും നോക്കുക എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ. ഇതൊക്കെ ആചാരത്തിൽപ്പെട്ടതാണ്. എല്ലാം ശാസ്ത്രീയമാണ്. ആ ആചാരങ്ങളിലൂടെ വേണം മനുഷ്യന് വളരാൻ. കുട്ടികളെ അതേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. നിൽക്കൂ, കൈ കൂപ്പി നിൽക്കൂ, കണ്ണടയ്ക്കൂ, കാല് ചേർത്ത് വയ്ക്കൂ, എന്നിട്ട് നമസ്കരിക്കൂ, എണീക്കൂ. എന്നെ പലരും വന്ന് നമസ്കരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, 2 കാലും ഇങ്ങനെയാണ് നിൽക്കുക. അപ്പോൾ ഞാൻ പറയും, കുട്ടികളെ കാലൊന്ന് കൂട്ടൂ. ഒരാളെ നമസ്കരിക്കാൻ പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടായി. എങ്ങനെയാണ് നമസ്കരിക്കുന്നതെന്നറിയോ? ചുണ്ട് നിലത്തിൽ തൊട്ടുകൊണ്ടാണ്. അതിൽ മണ്ണ് തട്ടില്ലയപ്പം. നമസ്കരിക്കുന്ന സമയത്ത് നെറ്റിയാണ് തൊടേണ്ടത്. അങ്ങനെ നമസ്കരിച്ച് നെറ്റിയിൽ നമസ്കാരം മുഴയുണ്ടായിരുന്നു. എൻ്റെ പൂർവാശ്രമത്തിൽ അച്ഛനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ കാണുമ്പോൾ ഇല്ല ആ മുഴാന്ന്. അപ്പം നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് വളരെ വിശേഷപ്പെട്ടതാണ്. ഒരു കാർഡിയോളജിസ്റ്റ് ഡോക്ടറോട് ഞാൻ പറയുണ്ടായി, നിങ്ങൾ പ്രതിദിനം ഒരു 12 നമസ്കാരം നമസ്കരിച്ചോളൂ, ബാക്ക് പെയിൻ ഉണ്ടാവില്ല എന്ന്. അദ്ദേഹം അത് പെട്ടെന്ന് എടുത്തു. എന്നിട്ട് പിന്നെ 2 മാസം കഴിഞ്ഞ് പറയുക, സ്വാമിജി പറഞ്ഞത് മുതൽക്ക് ഞാൻ നമസ്കരിക്കാൻ തുടങ്ങി, എനിക്ക് ബാക്ക് പെയിനേ ഇല്ല എന്ന്. ഞാൻ പറയുകയാണ്, ആഫീസിൽ ക്യാബിൻ ഉണ്ടെങ്കിൽ ആ ക്യാബിൻ്റെ വാതിലടച്ച് അവിടെ നമസ്കരിച്ചോളൂ. ആ നമസ്കാരത്തിന് വേറെ ഒരു അർത്ഥം നിങ്ങൾ കൽപ്പിക്കേണ്ട. നിൽക്കുന്ന ശരീരത്തിനെ കിടത്തി അവിടെ ഇട്ടു, കൈ കുത്തി അങ്ങനെ എണീറ്റു. ഇത് സാധാരണ നമ്മൾ ആരും ചെയ്യാത്തതാണ്. ശരീരത്തിൻ്റെ ഭാരം, നമ്മുടെ ശരീരം കൊണ്ട് 300-ലേറെ എക്സസൈസ് എടുക്കാമത്രേ. എന്നോടൊരു ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞതാണ്, നമ്മുടെ ശിഷ്യൻ
300-ലേറെ എക്സസൈസ് ഈ ശരീരം കൊണ്ട് എടുക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് കലയാണത്. അതുമാതിരി ആസനങ്ങൾ, നമ്മുടെ ചന്തിയിൽ മാത്രമായിട്ട് ഒരൊറ്റ പോയിന്റിൽ നിന്ന് കൈ നീക്കി കാല് രണ്ടും പിടിച്ചു ഇങ്ങനെ നിൽക്കുന്നവരുണ്ട്. ഞാൻ ഹൈദരാബാദിൽ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഒരു പെൺകുട്ടിയല്ല, അമ്മയൊക്കെയാണ്, അവർ പറഞ്ഞു ഞാനിപ്പോൾ ചെയ്യാം. എന്നിട്ട് അവരുണ്ട് ടപ്പെന്ന് കയറി നിൽക്കണം. ഏറ്റവും വിഷമം പിടിച്ച ഒരു ആസനമാണത്. ഞാൻ അങ്ങനെ അധികം ആൾക്കാരെ ആരും എടുത്ത് കണ്ടിട്ടില്ല. ഒരാളെങ്ങാനും എടുത്ത് കണ്ടിട്ടുണ്ടോ സംശയമാണ്. ചിലപ്പോൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വയ്യാന്നാ പറയുക. അപ്പം നമ്മുടെ ശരീരം കൊണ്ട് എന്തെല്ലാം ചെയ്യാമെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ പറയണത് അവിടെ വയ്യ, ഇവിടെ വയ്യ, ഇവിടെ വേദന, അവിടെ വേദന. എവിടെ വേദനയുണ്ടോ ആ വേദന എടുക്കുന്ന ഭാഗങ്ങളുടെ ആസനം എടുപ്പിക്കണം. ആസനം എന്ന് പറഞ്ഞാൽ റെസ്റ്റ്ഫുൾനെസ് എന്ന അർത്ഥമാണ്. എല്ലാ ആസനത്തിലും കസേരയിൽ ഇരിക്കുന്ന മാതിരി നിങ്ങൾ ഇരിക്കണം. ഒരു 3 ശ്വാസം എടുത്ത് വിടുന്നത് വരെ അങ്ങനെ ആസീനരായിരിക്കണം അതിൽ. അതാണ് ആസനം. അപ്പോൾ ഇത് മുഴുവനും ആചാരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആചാരങ്ങളെല്ലാം ഐന്ദ്രിയ തലത്തിലും വാചിക തലത്തിലും ഒതുങ്ങി നിൽക്കുന്നതാണ്. അങ്ങനെ ആചാരങ്ങളിലൂടെ വളർന്നു വന്നാൽ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ, സ്വയം ആലോചിക്കാനുള്ള സമയമായി. അതെപ്പോഴാണ്? ഒരു അഡോളസൻ്റ് പീരീഡ് എത്തുമ്പോൾ ചിലർക്ക് മുമ്പിലുണ്ടാവും, ചിലപ്പോൾ പിന്നിലുണ്ടാവും. എന്തായാലും ഒരു 12-15 വയസ്സ് എന്നുള്ള നില അങ്ങോട്ട് എത്തുമ്പോൾ തനിക്ക് സ്വന്തം ഇച്ഛയും ലക്ഷ്യവും തൻ്റെ ഹിതം അഹിതമൊക്കെ അങ്ങോട്ട് പുറപ്പെടുകയും, അത് പുറപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധി കൊണ്ടുള്ള പ്രവർത്തനം തുടങ്ങി എന്നാണ് അർത്ഥം. ആ സമയം വന്നു കഴിഞ്ഞാൽ ഈ ആചാരം വിട്ട് മനുഷ്യൻ വിചാരത്തിലേക്ക് ഉയരണം. എന്താ പറഞ്ഞേ? ആചാരം വിട്ട് വിചാരത്തിലേക്ക് ഉയരണം നമ്മുടെ മനസ്സ്. എന്താ വിചാരത്തിലേക്ക് ഉയരുക എന്ന് പറഞ്ഞാൽ, ഞാൻ എന്ത് ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു, ആ ചെയ്യുന്നത് ശരിയാവുന്നുണ്ടോ, അത് കൂടുതൽ ഫലപ്രദമാകാൻ, കൂടുതൽ സുന്ദരമാകാൻ, സുഭഗമാകാൻ, പ്രയോജനം വേണ്ടതുപോലെ ലഭിക്കാൻ വേണ്ടി എന്താണ് ഞാൻ വേണ്ടത്. വേണ്ടി വന്നാൽ ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് തന്നെ നോക്കുക ശരിയാവുന്നുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ പരിശോധിച്ച് നോക്കുന്ന ഒരു സ്വഭാവം, ഇത് ബുദ്ധി വേണം ചെയ്യാൻ. അപ്പോൾ ബുദ്ധി കൊണ്ടുള്ള ആലോചന ഏത് വയസ്സിൽ തുടങ്ങിയോ ആ വയസ്സ് മുതൽ ഞാൻ ഈശ്വരനാണെന്ന് പറഞ്ഞ് ആരാധിക്കുന്നു. ആരാണ് ഈശ്വരൻ? ക്ഷേത്രത്തിലാണോ? ആണെങ്കിൽ എങ്ങനെ കല്ല് ബിംബമായി ഈശ്വരനായി? ആരാണ് ആക്കിയത്? കല്ലെങ്ങനെയാണ് ഈശ്വരനാവുക? എന്തിനാ പുഷ്പം കൊണ്ടുള്ള മാലകൾ ചാർത്തുന്നത്? അത് ഇന്ന് ചാർത്തി നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നത് എന്തുകൊണ്ട്? എന്തിനാണ് അഭിഷേകം? പ്രതിഷ്ഠാശാസ്ത്രം എന്ത്? നവീകരണം എന്ത്? ഇങ്ങനെ എല്ലാ കാര്യത്തിനെയും കുറിച്ച് ആലോചിച്ച് പുറപ്പെടുന്നതുണ്ടല്ലോ, അതാണ് വാസ്തവത്തിൽ മനുഷ്യന് 2ാം ജന്മം എന്ന് പറയുന്നത്. അതുവരെ അച്ഛനമ്മമാർ പറഞ്ഞത് കേട്ട് അങ്ങനെ വളർന്നു. അങ്ങനെ സ്വന്തമായി ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നും, ഞാൻ തന്നെ മനസ്സിലാക്കണം കാര്യങ്ങൾ എന്ന് തോന്നും. ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ശാസ്ത്രീയമായി ഒരു സൂത്രം കൊണ്ട് പറയുന്നത്. അഥാതോ ധർമ്മ ജിജ്ഞാസ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? അഥാതോ ധർമ്മ ജിജ്ഞാസ. സാധാരണ മൃഗങ്ങളെപ്പോലെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന നമ്മൾ, അച്ഛനന്മാരും മുതിർന്നവരും പറഞ്ഞത് കേട്ട് മാത്രം അനുസരിച്ച് പോകുന്ന നമ്മൾ, ഒരു സമയത്ത് സ്വയം ചോദിക്കുകയാണ്, ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നത്? ഇവരെന്തിനെന്നോട് അനുസരിക്കാൻ പറയുന്നു? ഇതിൻ്റെ എല്ലാം പിന്നിൽ വല്ല അർത്ഥമുണ്ടോ, ലക്ഷ്യമുണ്ടോ, ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ്? ആചാരങ്ങൾ കൊണ്ട് നടക്കുന്നത് ഞാൻ, അതുകൊണ്ടുള്ള നേട്ടം എനിക്ക്. അപ്പം ഞാനാണ് ഈ ആചാരത്തിൻ്റെ അടിത്തട്ട് എന്നുണ്ടെങ്കിൽ എന്താണ് എനിക്കുള്ള നേട്ടം എന്ന് എനിക്ക് സ്വയം മനസ്സിലാക്കണം. വല്ലവരും പറഞ്ഞത് ചെയ്യല്ല, ചോദ്യം ചെയ്യല്ല, ആചാരങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി. ഈ ധർമ്മ ജിജ്ഞാസ എന്ന് പറയുന്ന ഒരു ഘട്ടം മനുഷ്യ ജീവിതത്തിൽ വളരെ നിർണായകമാണ്. എത്രത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിൽ ധർമ്മം എന്താണെന്ന് ചിന്തിക്കാതെ ഇരിക്കുന്നുവോ, നമ്മുടെ ജീവിതം മൃഗതുല്യമാണ്, പക്ഷി തുല്യമാണ്, ഇതര ജീവികളെ പോലെയാണ്. ആ ധർമ്മ ജിജ്ഞാസ വന്നു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. ജിജ്ഞാസ എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം ജ്ഞാതും ഇച്ഛ എന്നാണ്. അറിയാനുള്ള കൗതുകം, അറിയാനുള്ള നിർബന്ധം, അറിയാനുള്ള ഉത്സാഹം, അറിയാനുള്ള കൊതി. ആ ജിജ്ഞാസ വന്നാൽ പിന്നെ ആൾക്ക് വിശ്രമമില്ല, അറിയാനുള്ളത് അറിഞ്ഞു കഴിയുന്നത് വരെ. ആ ജിജ്ഞാസയുള്ള മനുഷ്യരാണ് എന്താ ചെയ്യുക?
ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, രാമായണം, ആത്മതത്വ സമീക്ഷ, അഷ്ടാവക്ര സംഹിത, പ്രകരണ ഗ്രന്ഥങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം നമുക്കുണ്ടോ അതിലേതെങ്കിലും ചിലതെടുത്ത് വായിച്ച് അതിൻ്റെ പ്രതിപാദ്യം എന്താണെന്ന് ചിന്തിച്ച് മനസ്സിലാക്കി മുൻപോട്ട് പോവുക. അതിനാണ് വിചാരശീലം എന്ന് പറയുക. എന്ത്? ഈ വിചാരശീലം ആരും ഇഷ്ടപ്പെടും. നിങ്ങളാരും നിങ്ങളുടെ കുട്ടികളെ വിഡ്ഢിയന്മാരാവാൻ ഇഷ്ടപ്പെടുന്നില്ല. സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് ഓരോരോ വിഷയം വേണ്ടതുപോലെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ കുട്ടികളോട് പറയും, നിങ്ങൾ എന്ത് പഠിപ്പ് പഠിക്കുന്നുണ്ടെങ്കിലും അറിവിന് വേണ്ടി പഠിക്കൂ, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കരുത് എന്ന്. ആ വിഷയം നിങ്ങൾ ഗ്രഹിക്കണം. അത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായി, ഒരു ധനമായി, ഒരു സമ്പത്തായി, ഒരു കൂട്ടാളിയായി നിങ്ങളുടെ കൂടെ ഇരിക്കണം. അതാണ് നമുക്ക് ഉദ്ദേശം. ഈ ധർമ്മജിജ്ഞാസ വന്നതോടുകൂടി അതിന് മറുപടി പറയുകയാണ് ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും. ഭഗവത്ഗീതയിൽ തന്നെ എന്താണ് അർജുനൻ ചോദിച്ചത്? കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ. തേർത്തട്ടിൽ ഇരുന്നു കൊണ്ട് കുരുക്ഷേത്രത്തിൻ്റെ മധ്യത്തിലിരുന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ധർമ്മകാര്യം എന്താണ് ചെയ്യേണ്ടത്, ചെയ്യരുതാത്തത് എന്ന് മനസ്സിലാക്കാൻ വയ്യ, ഞാൻ മൂഢനായിരിക്കുകയാണ്, എനിക്ക് ശ്രേയസ് പറഞ്ഞു തരൂ എന്നുള്ള ജിജ്ഞാസയല്ലേ അവിടെ പ്രകടമാക്കിയത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബാധകമാണത്. ആ വിചാരശീലം, തത്വമൂല്യ സിദ്ധാന്തങ്ങളെക്കുറിച്ച് അറിയണം എന്ന് പറഞ്ഞ് കൂലങ്കഷമായി മനനം ചെയ്ത് അന്വേഷിച്ചു പോകുന്ന സമ്പ്രദായം ഇല്ലാത്തതിൻ്റെ പേരിലാണ് നമ്മളിലുള്ള ദുശ്ശീലങ്ങളും ദുരാചാരങ്ങളും എല്ലാം നിലനിൽക്കുന്നത്. ഒരാൾ എന്തുകൊണ്ട് പുകവലിക്കുന്നു? പുകവലിക്കണത് എന്തിന്? ആവശ്യമുണ്ടോ? ശരിയോ തെറ്റോ? അത് ശരീരത്തിന് പോഷണം നൽകുന്ന ഒരഭ്യാസമാണോ അതോ ശരീരത്തിനെ നശിപ്പിക്കുന്ന ദുരഭ്യാസമോ എന്ന് പരിഗണിക്കാത്തതിൻ്റെ പേരിലാണ് പുകവലി തുടങ്ങിയത്. മദ്യപാനവും അത് തന്നെ. ലോകത്തിലെ നല്ല അഭ്യാസങ്ങൾ എന്തുണ്ടോ അത് മുഴുവനും നമുക്ക് അംഗീകരിക്കാം, അവലംബിക്കാം. നമ്മളെ തന്നെ ഹനിക്കുന്നത്, തരം താഴ്ത്തുന്നത്, അധപ്പതിപ്പിക്കുന്നത് ഒന്നും നമുക്ക് പറ്റില്ല. ബുദ്ധിയുള്ളവൻ ഒരൊറ്റ ആള് തെറ്റായ ഒരു പ്രവൃത്തി ചെയ്യാൻ ഇഷ്ടപ്പെടില്ല, ബുദ്ധി സമ്മതിക്കില്ല. അപ്പോൾ ഈ വിചാരശീലം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കുഴപ്പം വരണത്. മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയണത് സാധാരണ കുറേ കാലമായി ഉഴുതുവെടുപ്പാക്കി കൊല്ലം തോറും കൃഷി ചെയ്യുന്ന ഇരുപ്പൂ നെല്ലുണ്ടെന്ന് വയ്ക്കുക. ആ വയൽ ഒരു 5-6 കൊല്ലക്കാലം കൃഷി ചെയ്യാതെ പൂട്ടാതെ ഉഴുതുവെടുപ്പാക്കാതെ അങ്ങോട്ട് ഇട്ടാൽ എന്തായിരിക്കും ആ വയലിൻ്റെ സ്ഥിതി? പാഴ്മുളകൾ ധാരാളം വന്ന് നിറയും. അതുപോലെയാണ് മനുഷ്യൻ്റെ മനസ്സ്. ദുസ്സന്തതികൾക്ക്, ദുഷ്ടാങ്കുരങ്ങൾക്ക് എപ്പോഴും വിളനിലമാണ്. ആലോചിച്ച് മനസ്സിൽ വരുന്ന പ്രേരണകളെ മുഴുവനും പരിശോധിച്ച് നോക്കി അതിൽ കൊള്ളാവുന്നതെന്ത്, തള്ളാവുന്നതെന്ത് എന്നിങ്ങനെ നിരന്തര പരിശോധന ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അല്ലെങ്കിൽ പല ദുഷിപ്പുകളും നമുക്കുണ്ടാവും. ഇത് ഉദ്ബോധിപ്പിച്ച് തരുന്നതാണപ്പാ നമ്മുടെ ധർമ്മ സംസ്കാരം മുഴുവനും. ഇതിൽ ആലോചിക്കാതെ തീരുമാനിച്ചതോ പറഞ്ഞതോ നിർദ്ദേശിക്കുന്നതോ ഒന്നുമില്ല. നാം നാക്കലയിൽ ഊണ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താ? നാക്കല ഇങ്ങനെ വീതി കൂടി ഇങ്ങനെ കുറഞ്ഞാണ് വരിക. അതിൻ്റെ തുമ്പ് ഇടത്ത് ഭാഗത്ത് തന്നെ വയ്ക്കണം. എന്താ കാരണം? മിക്കവാറും എല്ലാവരും വലത് കയ്യന്മാരാ. ആ വലത് കയ്യന്മാർക്ക് ചോറ് വിളമ്പി കൂട്ടാനോടുകൂടി കൂട്ടിക്കുഴച്ചൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സ്ഥലം കൂടുതൽ വേണം. അതുകൊണ്ട് തുമ്പ് പുറത്ത് വെച്ചു. അതിൽ വിളമ്പുന്ന സാധനങ്ങളോ പരിപ്പ്, കിച്ചടി, കറി, കാളൻ, ഓലൻ, അവിയൽ, എരിശ്ശേരി എന്നൊക്കെ പറഞ്ഞ് ഓരോരോ സാധനം പുളിയില്ലാത്തത് വിളമ്പിയാൽ പിന്നെ പുളിയുള്ളതാ വിളമ്പുക. അത് കഴിഞ്ഞാൽ പിന്നെ പുളിയില്ലാത്തതാ. അല്ലെങ്കിൽ രണ്ടും കൂടി കലർന്നാൽ സ്വാദ് അറിയില്ല. കുറച്ച് വിളമ്പുന്നതൊക്കെ ഇടത്ത് ഭാഗത്താണ്. ഉപ്പേരിയൊക്കെ തന്നെ ഉപ്പിലിട്ടതൊക്കെ ഇടത്ത് ഭാഗത്താണ് വിളമ്പുക. പായസം നല്ല പ്രഥമനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ പ്രഥമൻ ഇന്നതാണെന്ന് അറിയിപ്പിച്ചുകൊണ്ട് ഒരു സ്പൂൺ പായസം ആദ്യം സമാരാധനയ്ക്ക് വിളമ്പിയിട്ടാണ് ബാക്കിയൊക്കെ കൊടുക്കുക. എന്താ? ഊണ് കഴിക്കുന്നവർക്ക് അറിയണമല്ലോ എന്ന് വെച്ചിരിക്കുന്നത് അടപ്രഥമനോ പാലടയോ എന്ന്. അതിന് വയറ്റിൽ സ്ഥലം ഉണ്ടാക്കണമല്ലോ. സർവ്വകാര്യത്തിലും നമുക്ക് ശാസ്ത്രീയതയാണ്, എല്ലാറ്റിലുമുണ്ട്. ഈ ബക്കറ്റിൽ വിളമ്പാൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞങ്ങളുടെ ആശ്രമത്തിലൊക്കെ ഞാൻ പറയും, എന്ത്? ബക്കറ്റിൽ ഇങ്ങനെ ഒരു ഹാൻഡിൽ ഉണ്ടാവും, അതെടുക്കും, അതിങ്ങനെ വിളമ്പിയതിന് ശേഷം ആ ഹാൻഡിൽ ആ വിളമ്പിയിടത്തേക്ക് ഇടും.
അപ്പോൾ പിന്നെ അത് എടുക്കുമ്പോൾ എന്തായി, ആ പിടിയിൽ മുഴുവൻ കൂട്ടാനായി. പിന്നത്തെ തവണ കൊണ്ടുവയ്ക്കുമ്പോൾ ഇവിടെ എടുത്തിടും. അപ്പം നിങ്ങൾ ആ ഹാൻഡിലെടുത്ത് വലത്തു ഭാഗത്ത് കൂടി വിളമ്പി തിരിച്ചു വയ്ക്കുമ്പോൾ ആ ഹാൻഡിൽ ഇടത്തു ഭാഗത്തിട്ട് അവിടുന്ന് തന്നെ എടുത്താൽ അതിൽ ചളിയാവില്ല. കേൾക്കണുണ്ടോ നിങ്ങൾ? എന്ത് പറയണപ്പാ, എന്ത് പറയുന്നു നിങ്ങൾ? ഭാരതീയർ വിഡ്ഢികളല്ല, മണ്ടന്മാരല്ല, അതിബുദ്ധിമാന്മാരാണ്, അതിബുദ്ധിമാന്മാരാ. പഴയ കാലത്ത് ഡൈനിങ് ടേബിളൊന്നുമില്ല, അതുകൊണ്ട് ചവിട്ടി നടക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. നമ്മൾ ചവിട്ടാൻ്റെ ഒരു ഹാളിലേക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചവിട്ടി കിടന്ന് ഇല വയ്ക്കും. അപ്പോൾ ഇല വെച്ചാൽ പിന്നെ ചവിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താ, ആ ഇല പൊന്തിച്ച് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് ആ യജമാനത്തി, വീട്ടിലത്തെ സ്ത്രീ, വീട്ടമ്മ വന്ന് അത് കൈകൊണ്ട് ഇങ്ങനെ മെഴുകണമാതിരി ഒന്ന് ആക്കുക. ഇതാണ് ഇലയ്ക്കുള്ള സ്ഥലം ശുദ്ധി വരുത്താനുള്ള പ്രവൃത്തിയാണ്. ഇങ്ങനെ എല്ലാറ്റിലുമുണ്ട് നമുക്ക് സാത്വിക ഗുണ പരിശീലനം എന്ന് മനസ്സിലാക്കിക്കോളൂ. ഇതൊക്കെ ആചാരത്തിൽപ്പെട്ടതാണ്. പക്ഷേ ഈ ആചാരം നാം ശീലിക്കുന്നത് പോലെ ആചാരത്തിൽ നിന്ന് ഉയർന്ന് വിചാരത്തിലേക്കും നമ്മൾ എത്തണം. ആ വിചാരശീലമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലും ബാക്കി പല സമ്പ്രദായങ്ങളിലും എല്ലാറ്റിലും പല ദുശ്ശീലങ്ങളും നുഴഞ്ഞു കയറിയിരിക്കുന്നത്. എന്തൊക്കെ കാടത്തങ്ങളാണ് ചില ക്ഷേത്രങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. എളവൂർ പുത്തൻകാവിൽ മനുഷ്യരെ അങ്ങോട്ട് തൂക്കുക, എന്നിട്ട് എല്ലാവരും കൈകൊട്ടിച്ചിരിക്കുക, എന്നിട്ട് ഭക്തി. ആ ആൾ തൂക്കി പാവം ഇങ്ങനെ മുതുകുന്ന് ചോര ഒലിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ടിട്ട് ആര് പറഞ്ഞു അതെ നിങ്ങളുടെ മകനെ തൂക്കേ? സ്വയം തൂങ്ങും, വാടക എടുത്തിട്ടാണ് തൂക്കണേ. എന്നിട്ട് അതിനൊരു ഭക്തിയുടെ പരിവേഷവും കെട്ടി. ഭഗവാൻ ഇങ്ങനെയൊക്കെ ആവശ്യപ്പെടുന്നുണ്ടോ? അന്തസ്ഥനായിരിക്കുന്നത് ഞാനാണ്, എന്നെ വേദനിപ്പിക്കരുത് എന്നാണ് ഗീതയിൽ പറയുന്നത്. ഇപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അയിത്തം പാടില്ല എന്ന് നിയമമൊക്കെ ഉണ്ട്. എന്നാലും അവിടെ തിമില കൊട്ടാൻ, ചെണ്ട കൊട്ടാൻ, അതിന് അയിത്തമുള്ള കൊട്ട് കൃഷ്ണന് പറ്റില്ല, അയിത്തക്കൊട്ട് എന്നാണ് പറയണത്. എവിടെ ഉണ്ടെന്നാ പറയണത് ഈ ശാസ്ത്രം? എന്താ നിങ്ങളിത് ആലോചിക്കാത്തത്? അയിത്തം ഉണ്ടായിരുന്ന കാലത്ത് അയിത്തം സമ്മതിച്ചു, അത് അബോളിഷ് ചെയ്തില്ലേ? അപ്പോഴും പിന്നെ കൃഷ്ണൻ്റെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ആ അയിത്തം അരങ്ങേറണം, കൊടികുത്തി വാഴണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതൊക്കെ ആലോചനാശീലമില്ലാത്തത് കൊണ്ടാണ്. പഴയ കാലത്ത് നമ്മൾക്ക് ധർമാധ്യക്ഷനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ധർമാധ്യക്ഷൻ എന്നുള്ള പേരിൽ ധാർമ്മികമായ എന്ത് പ്രശ്നം കൊണ്ട് കൊടുത്താലും അതിന് തീർപ്പ് കൽപ്പിച്ച് വിളംബരം നൽകാൻ സമർത്ഥനായിരുന്നു. വേണ്ടി വന്നാൽ പണ്ഡിതന്മാരെയും ബ്രാഹ്മണരെയും വിളിച്ച് അഭിപ്രായം ചോദിക്കും. എന്നിട്ട് സ്വയം ഒരു തീരുമാനമെടുത്ത് ഇന്ന് സുപ്രീം കോടതി എന്ത് കാര്യത്തിലും പേരൻസ് എന്നുള്ള നിലയ്ക്ക് എന്ത് കാര്യം സുപ്രീം കോടതിയിൽ കൊണ്ടു കൊടുത്താലും അവർക്ക് തീർപ്പ് കൽപ്പിക്കാതെ പറ്റില്ല. ഇതാ ഒരു കുട്ടിയുണ്ട്, ഇതിന് ഞാനല്ല അച്ഛൻ, എൻ്റെ ഭാര്യ പറയണു ഞാനാണെന്ന്. എന്താ വേണ്ടേ ചോദിച്ചാൽ സുപ്രീം കോടതി തീരുമാനം കൽപ്പിച്ച് പറയും ഇയാൾ അച്ഛനാണോ അല്ലയോ എന്നുള്ളത്. പേരൻസ് പേട്രിയ എന്ന് പറഞ്ഞൊരു സ്ഥാനമുണ്ട് കോടതിക്ക്. അത് പ്രകാരം അവർക്ക് പറഞ്ഞേ തീരുള്ളൂ. അപ്പം നമ്മൾ അധ്യക്ഷന്മാർ വേണ്ടതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതാണ് നമുക്ക് ആവശ്യം. ഈ തത്വവിചാരത്തിൻ്റെയും വിചാരശീലത്തിൻ്റെയും കുറവ് കൊണ്ടാണ്, ആചാരത്തിൽ നിന്ന് വിചാരത്തിലേക്ക് ഉയരാത്തത് കൊണ്ടാണ് നമുക്കുള്ള വിനകൾ മുഴുവനും എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ചുരുക്കി പറയുകയാണെങ്കിൽ ആചാരം ആദ്യമൊക്കെ പ്രായപൂർത്തി വരുന്നതോടുകൂടി വിചാരശീലന്മാരും വിചാരസമ്പന്നരുമായിരിക്കണം. അങ്ങനെ വന്നാൽ നമ്മുടെ ഈ ആത്മതത്വ സമീക്ഷയ്ക്ക്, ആത്മസാക്ഷാത്കാരത്തിന് നിങ്ങൾ എന്തു വേണം എന്ന് ചോദിച്ചാൽ വേദാന്തത്തിൽ പറയുന്നത് 3 ക്രമങ്ങളാണ്. ആദ്യമായി ഈ തത്വത്തെക്കുറിച്ച് ആധികാരികമായി ഒരു സദ്ഗുരു ഉപദേശിച്ച് കേൾക്കണം, ശ്രവണം. അതാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളൊക്കെ ശ്രവണ കുതുകികളായി ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ആത്മതത്വ പ്രതിപാദനം അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു സ്വാമി വന്ന് സംസാരിക്കണു. അത് ഞങ്ങൾക്ക് കേൾക്കണം എന്നുള്ളൊരു തീവ്രതയോടുകൂടി ദത്തശ്രദ്ധനായി എല്ലാവരും ഇവിടെ വന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഈ ശ്രവണമാണ് ഇതിൽ ആദ്യത്തെ പടി. അത് കൂട്ടായി കേട്ടുവോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഗുരുവിൻ്റെ മുൻപിലിരുന്ന് കേട്ടുവോ എന്നുള്ള കാര്യം വേറെ. അത് രണ്ടും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഇത് എഴുതി വച്ച പുസ്തകങ്ങളും വ്യാഖ്യാനങ്ങളും വിവരണങ്ങളും ഉണ്ട്. അത് നേരിട്ട് വായിച്ച് പഠിക്കുക. ഒരു ദിവസം ഏതാണ്ട് 1 മണിക്കൂർ സമയം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അധ്യാത്മ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി ചെലവ് ചെയ്തേ പറ്റൂ. കൊല്ലങ്ങൾ മുൻപ് ഞങ്ങളുടെ ആശ്രമത്തിൽ
ബംഗാളിൽ നിന്ന് വന്ന 2 പേരാണ് സ്വാമി നിർവിശേഷാനന്ദൻ, മാ ഗുരുപ്രിയ. അവർ 2 പേരും ആശ്രമത്തിൽ വന്നപ്പോൾ ഇന്നത്തെ മാതിരിയല്ല അന്ന് ആശ്രമം. എനിക്ക് കുറേ ജോലികളെല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാമിജി ചെയ്യുന്ന ജോലികൾ എത്രയും ഞങ്ങൾ ഒഴിവാക്കി ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞൊരു സേവനത്തിന് വേണ്ടിയിട്ടാണ് അവർ വന്നത് പ്രധാനമായും. എന്നാൽ 2 പേരോ ഫിസിക്സിൽ PhD ഒക്കെ എടുത്ത് ബിരുദമൊക്കെ എടുത്ത് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ അവർ വന്നു. ഞാൻ വിചാരിച്ചു ഇവർ വന്ന ആശ്രമത്തിൽ എന്താണാവോ ചെയ്യുക എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ അതിൽ നമ്മുടെ നിർവിശേഷാനന്ദ സ്വാമി, അന്ന് നിർവിശേഷാനന്ദ സ്വാമിയല്ല, അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എല്ലാവരോടും പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. സ്വാമിജി, എനിക്ക് എങ്ങനെയായാലും ഒരു ദിവസം 1 മണിക്കൂർ സമയം വേണം. ആ 1 മണിക്കൂർ സമയം ഒന്നുകിൽ സ്വാമിജി സംസാരിച്ച് കിട്ടുന്ന സത്സംഗം, അതല്ലെങ്കിൽ തത്തുല്യമാകാൻ പറ്റില്ലെങ്കിലും 1 മണിക്കൂർ നേരം എനിക്ക് അധ്യാത്മ പഠനം വേണം. ഒരു ദിവസത്തിൽ 1 മണിക്കൂർ ഇങ്ങനെ ചെലവ് ചെയ്താൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ള സമയം വിഷമമില്ലാതെ അങ്ങനെ സന്തോഷത്തോടു കൂടി എല്ലാ വൃത്തികളും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടല്ലോ ഉണ്ടോ പൊന്നുകൂട്ടരെ? നിങ്ങൾ എന്തൊക്കെ വേണമെങ്കിൽ കിഴുതാലും മറിഞ്ഞോളൂ, മനസ്സിനൊരു ഇൻപുട്ട് കിട്ടണം. ആ ഇൻപുട്ട് എവിടുന്നാ കിട്ടുക? അത് കിട്ടാനായിട്ടൊരു ഒറ്റ സ്ഥലമേ ഉള്ളൂ. ഒന്നിലോ സത്സംഗത്തിൽ നിന്ന് കിട്ടണം, അതല്ലെങ്കിലോ പുസ്തകം വായിച്ച് മനസ്സിലാക്കണം. You must always necessarily have an hour of spiritual exposure. Make no compromise in the whole process. കാലത്തെണീറ്റാൽ വൈകുന്നേരം കിടന്നുറങ്ങുന്നത് വരെ, രാത്രി കിടന്നുറങ്ങുന്നത് വരെ മനസ്സിനെയും ബുദ്ധിയെയും വിനിയോഗിച്ച് ചെലവ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. ശരീരത്തിനാണെങ്കിലും 4-5 തവണ ഇരുന്ന് ഭക്ഷണം കഴിക്കും, പോഷകങ്ങൾ നൽകും. നിങ്ങൾ മനസ്സിനും ബുദ്ധിക്ക് എന്ത് പോഷകമാണ് നൽകുന്നത്? ഉപയോഗിക്കല്ലാതെ. യു ആർ സ്പെൻഡിങ് യുവർ മൈൻഡ്, എക്സോസ്റ്റിംഗ് യുവർ മൈൻഡ്, employing your intelligence. Where is the occasion, time or duration when you are going to feed and nourish your intelligence and mind? അത് ഒരിക്കലും നടക്കുന്നില്ലല്ലോ. അതിനാണ് ഈ 1 മണിക്കൂർ എക്സ്പോഷറിന്. അതാണ് മനനം. ശ്രവണം കഴിഞ്ഞിട്ട് ആലോചിച്ച് കേട്ടതിനെ ഉറപ്പിക്കുക. അവസാനത്തെ ആലോചന തനിക്ക് എന്ത് ചെയ്യണമെന്നാണ്. അപ്പോഴേക്ക് മനനം കഴിഞ്ഞ് ബുദ്ധിയും മനസ്സും ഉറച്ചു കഴിഞ്ഞാൽ കണ്ണടച്ച് വാതിലടച്ചിരുന്ന് നിധിധ്യാസം, ധ്യാനം. ഇങ്ങനെ ശ്രവണം, മനനം, നിധിധ്യാസം എന്ന് പറയുന്ന 3 അനുഷ്ഠാനങ്ങൾ മാത്രമേ അധ്യാത്മമണ്ഡലത്തിലുള്ളൂ. വേറെ ഒരാചാരങ്ങളെ പറ്റിയും അവിടെ പറയുന്നില്ല. അതൊക്കെ പൂർവകഥ. ഇവിടെ നിങ്ങൾ വേണ്ടത് ശ്രവണം. അത് കഴിഞ്ഞാൽ കേട്ടതിനെ ഉറപ്പിക്കാൻ വേണ്ടി സ്വന്തമായി ചെയ്യുന്ന മനനം. ശ്രവണത്തിൽ ഒരാൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. മനനത്തിൽ ഒരൊറ്റ ആളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നിങ്ങളുടെ മനസ്സും ബുദ്ധിയും മാത്രമേ ഉള്ളൂ. ഞാൻ കേട്ടുവോ? എന്താണ് കേട്ടത്? കേട്ടത് പതിഞ്ഞോ? പതിഞ്ഞതിന് ശേഷം ഞാൻ വേണ്ടത് എന്താ? പുറത്തേക്ക് പോകണോ? അകത്ത് മുങ്ങണോ? എങ്ങനെ? എപ്പോൾ? എന്തായിരിക്കണം എൻ്റെ മനോവൃത്തി? കുറേ അധികം നീളമുള്ള മന്ത്രം എടുക്കണമോ? അതോ ചുരുങ്ങിയ മന്ത്രം വേണമോ? മന്ത്രം ജപിക്കാൻ മാലയുടെ ആവശ്യമുണ്ടോ? ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കണം. ഒരു മാലയും വേണ്ട, തോലയും വേണ്ട. നമ്മുടെ മനസ്സ് മാത്രമേ ധ്യാനത്തിൽ വിനിയോഗിക്കാവൂ. മനസ്സൊഴികെ ഒരംഗം ശരീരത്തിൻ്റെ അതിലുണ്ടാവരുത്. നിശ്ചലമായ ശരീരം, മനസ്സിനെ വിനിയോഗിക്കുക, ഇതാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെ ശ്രവണം, മനനം, നിധിധ്യാസനം എന്ന 3 എണ്ണമാണ് നമുക്ക് വേണ്ടത്. ആ 3 എണ്ണത്തിൽ മൂന്നാമത്തത് മുഴുവനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞാൻ എല്ലാവരോടും പറയാറുള്ളത് ഇതാണ്. ഒരു ദിവസത്തിൽ 20 മിനിറ്റോ 25 മിനിറ്റോ സമയമെടുക്കുക. ഒരു സ്ഥലത്തിരിക്കുക, കൈ കോർത്ത് മടിയിൽ വയ്ക്കുക, നിവർന്നിരിക്കുക, കണ്ണടയ്ക്കുക. എന്നിട്ട് ഇനി പറയണത് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ മനസ്സുണ്ടല്ലോ, ആ മനസ്സ് വളരെ വിശാലമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറുതൊന്നും അല്ലാതെ ഈ ലോകത്തിന് മുഴുവൻ കണ്ട് പടം പിടിച്ച് നിങ്ങളെ അനുഭവിപ്പിക്കുന്നതാണ്. ആ മനസ്സിൻ്റെ ഒരു ഭാഗം കൊണ്ട് മനസ്സിൽ നടക്കുന്ന പ്രക്രിയകളെ, വാട്ട് എവർ ഈസ് ദ മെൻ്റൽ പ്രോസസ്, ട്രൈ ടു ഒബ്സർവ് ഇറ്റ് വെരി ക്ലോസ്ലി. ആരും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ്. മനസ്സിലുള്ള ചിന്തകളെ പിന്തുടരുകയാണ് നമ്മൾ പതിവ്. പിന്തുടരാതെ മനസ്സിൽ വരുന്ന ചിന്തകളെ അതാത് സമയത്ത് നിരീക്ഷിച്ച് എന്ത് വന്നു എന്ന് നിങ്ങൾ ആലോചിക്കരുത്, എന്തിനു വന്നു എന്ന് ആലോചിക്കരുത്, ഒന്നിൻ്റെയും പിന്നാലെ പോകരുത്.
ആ വരുന്ന പ്രക്രിയയെ അതേ രൂപത്തിൽ നിരീക്ഷണ രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. 20-25 മിനിറ്റേ നിങ്ങൾ ചെയ്യണ്ടൂ. ആ 25 മിനിറ്റ് 20 മിനിറ്റ് നിങ്ങൾ പ്രതിദിനം സെൽഫ് ഓബ്സർവേഷൻ, മൈൻഡ് ഓബ്സർവേഷൻ, employing one portion of the mind and observing the rest of the mind processes, whatever they are, without going to consider as to what the process is. അത് ചിന്തിക്കരുത്. അത് നല്ല ചിന്തയാവട്ടെ പൊട്ട ചിന്തയാവട്ടെ, നിങ്ങൾ അതൊന്നും അറിയണ്ട. ഒബ്സർവ് ഇറ്റ് ആസ് ഇഫ് ഇറ്റ് ഈസ് ഫിസിക്കലി ട്രാൻസ്പയറിങ് ബിഫോർ യു. അത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നാൽ അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് എന്ത് ഡയറക്ഷൻ വേണമോ, നയം വേണമോ, നിർദ്ദേശം വേണമോ ഒക്കെ കിട്ടിക്കോളും. ഇനി എന്നോടൊരു ഒറ്റ ആൾ ചോദിക്കരുത് സ്വാമിജി ഒന്നും പറഞ്ഞില്ല എന്ന്. ചെയ്യേണ്ടത് ഇതാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ഉള്ളിൽ നടക്കുന്ന ആ ചേതനാത്മകമായ പ്രക്രിയ എവിടുന്നാണ് പുറപ്പെടുന്നത്, എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത്. മനോവൃത്തികൾ അനവധി, പക്ഷേ അതിൻ്റെ സോഴ്സ്, ഉറവിടം, സ്രോതസ് ഒന്ന്. ഏതാണ് ആ സ്രോതസ്? ഉണ്ടായ വൃത്തികൾ എവിടെ നിൽക്കണു? 10 വൃത്തികൾ വന്നാൽ 10 എണ്ണവും നിരന്ന് പ്രാവ് പോലെ അവിടെ ഇരിക്കുന്നുണ്ടോ? നോക്കിൻ, കണ്ടുപിടിക്കിൻ. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നതാണല്ലോ, വേറൊരാൾക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇതാണ് നമുക്ക് സാധന അനുഷ്ഠാനം. ആചാരത്തിൽ നിന്ന് നാം പുറപ്പെട്ടത് വിചാരത്തിലൂടെ വളർന്ന് അവസാനം തൻ്റെ ആത്മതലത്തിൽ അങ്ങോട്ട് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമുക്ക് ആവശ്യം. യഥാ പഞ്ചാവതിഷ്ഠന്തേ ജ്ഞാനാനി മനസാ സഹ ബുദ്ധിശ്ചന വിചേഷ്ടതി താമാഹു പരമാം ഗതിം. 5 ഇന്ദ്രിയങ്ങൾ അനങ്ങാതെ ഇരിക്കണു, മനസ്സും അനങ്ങുന്നില്ല, ബുദ്ധിയും ഇളകുന്നില്ല. അങ്ങനെ എല്ലാം നിശ്ചലമായാൽ അതാണ് അങ്ങേ അറ്റത്തെ പരമസ്ഥിതി എന്ന് കഠോപനിഷത്ത് പ്രഖ്യാപിക്കുന്നു. അതിലേക്ക് പോകണം. ഇതാണ് ആവശ്യം. ഇനി ഒരൊറ്റ ചോദ്യം ചോദിക്കരുത്, മിണ്ടിപ്പോകരുത്. ഇനി എന്താ വേണ്ടതെന്ന്. സ്വാമിജി ഇത് സാധാരണക്കാർക്ക് പറ്റുമോ? പിന്നെ ആർക്കാ പറ്റുക? പട്ടിക്കും പൂച്ചയ്ക്കാണോ പറ്റുക? വീട്ടിലൊരു സ്ഥലത്തിരിക്കൂ, വാതിലടയ്ക്കൂ, ജനലടയ്ക്കൂ, കണ്ണടയ്ക്കൂ, ഉള്ളിൽ നടക്കുന്നത് നോക്കൂ. നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത് ആരും പുറമേ നിന്ന് നോക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് മാത്രമേ വെളിപ്പെടൂ. ഇതാണ് നമുക്ക് ആവശ്യം. ദേഹാഭിമാനപാശേന ചിരം ബദ്ധോസി പുത്രക ബോധോഹം ജ്ഞാനഖഡ്ഗേന തന്നികൃത്യ സുഖീഭവ. ഇതിലും ജനകനോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് വേണ്ടതെന്ന്. നിങ്ങളത് ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യും? 14ാമത്തെ ശ്ലോകം ചൊല്ലു. ദേഹാഭിമാനപാശേന ചിരം ബദ്ധോസി പുത്രക ബോധോഹം ജ്ഞാനഖഡ്ഗേന തന്നികൃത്യ സുഖീ ഭവ. എനിക്ക് ചോദ്യം എഴുതി തന്ന ആൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അവരെന്താണ് ചെയ്യേണ്ടത്? തന്നികൃത്യ, മുറിക്കണം. എന്നിട്ടോ സുഖീഭവ, സുഖമായിട്ടിരിക്കൂ. അപ്പോൾ സുഖമായിട്ടിരിക്കാൻ എന്താ വേണ്ടത്? ഉള്ളിലൊന്നും മുറിക്കണം. എന്തിനാ മുറിക്കേണ്ടത്? ദേഹാഭിമാനപാശേന ചിരം ബദ്ധോസി പുത്രക. ദേഹാഭിമാനപാശേന, വാക്ക് ശ്രദ്ധിക്കണം. ദേഹത്തിലുള്ള അഭിമാന രൂപത്തിലുള്ള പാശം കൊണ്ടാണ് ജനക അങ്ങയെ വരിഞ്ഞു കെട്ടിയിരിക്കുന്നത്. ദേഹം നമ്മളെ കെട്ടിയിട്ടില്ല, ദേഹം അതിൻ്റെ പാട്ടിലിരിക്കണു. ആ ദേഹത്തിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള തോന്നലുകളും അഭിമാനവുമാണ് നമുക്ക് ബന്ധനം. ദേഹം ബന്ധനമല്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. മൃഗങ്ങൾക്ക് ദേഹമില്ലേ? പക്ഷികൾക്ക് ദേഹമില്ലേ? ദേഹം കൊണ്ടൊരു കുഴപ്പമില്ല. ഒരു കുട്ടി ജനിച്ചാൽ നിങ്ങൾ എന്തിനാ കുട്ടി ബന്ധനമാണെന്ന് പറയുന്നത്? മഹാപാപം. എത്ര സന്തോഷമാത്. നിങ്ങളെ അത് ബന്ധിക്കുന്നത് എന്തുകൊണ്ടാ? ദേഹാഭിമാനപാശേന, ദേഹത്തിലുള്ള അഭിമാനം. എന്താണ് അഭിമാനം? ഈ ദേഹമാണ് ഞാൻ. നിങ്ങൾ വീട്ടിൽ താമസിക്കണു, വീട് ഞാനാണെന്ന് പറയാറുണ്ടോ? എൻ്റെ വീട് എന്നല്ലേ പറയണേ? എൻ്റെ വീട് നിങ്ങളാണോ? ധരിക്കുന്ന വസ്ത്രം നിങ്ങളാണോ? കയ്യിലുള്ള നഖം നിങ്ങളാണോ? അപ്പം പിന്നെ മുറിക്കണത് എങ്ങനെയാ? എന്തെല്ലാം സാധനങ്ങളോ നമ്മുടെ കൂടെ ഇരുന്നോട്ടെ,
ആ കൂടെ ഇരിക്കുന്ന സാധനങ്ങളെ നാമാണെന്ന് വിചാരിക്കുന്നത് എന്തിനാ? അപ്പം ആ ദേഹത്തിൽ നിങ്ങൾക്കൊരു അഭിമാനമുണ്ട്. ആ അഭിമാനം ഒരു കയറ് പോലെ നീണ്ട് നിങ്ങളുടെ മനസ്സിനെ വരിഞ്ഞ് വളരെ കാലമായി കെട്ടിയിരിക്കുകയാണ്. ചിരം ബദ്ധോസി പുത്രക. ഈ അഭിമാനം എവിടെയാ? ഇറ്റ് ഇസ് എ മെൻ്റൽ ക്രിയേഷൻ, എ മെൻ്റൽ പ്രോഡക്റ്റ്, എ മെൻ്റൽ ഔട്ട്പുട്ട്. ദേഹത്തിലുള്ള അഭിമാനം മനസ്സിലാണ് ജനിക്കുന്നത്. ആ മനസ്സിൽ ജനിക്കുന്ന അഭിമാനം ഒരു കയറ് പോലെയായി നിങ്ങളെ വരിഞ്ഞു കെട്ടിയിരിക്കണു. അതിനെ എന്തു വേണം? മുറിക്കണം. മുറിക്കാനുള്ള വഴി എന്താ? മാനസവും ബൗദ്ധവുമായിരിക്കുന്ന ഒരു കത്തിയാവണം അത്. ബോധോഹം ജ്ഞാനഖഡ്ഗേന. കേൾക്കുന്നുണ്ടോ? ബോധോഹം. നിങ്ങളിപ്പോൾ പറയണത് ദേഹോഹം, ദേഹോഹം, ദേഹോഹം. ആര് പറഞ്ഞു ഈ പാട്ട് പാടാൻ? ബോധോഹം. നിങ്ങൾ ഈ ദേഹത്തിലിരിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദേഹമോ അതോ ദേഹത്തിലുള്ള ഉണർവോ? നിന്നെ മിണ്ടാത്തവര്, നിങ്ങൾ ഉണർവാണോ ദേഹമാണോ? ആ ഉണർവ് എങ്ങനെയാ ദേഹമാകുക? ദേഹമുണ്ടെന്ന് പോലും നിങ്ങളുടെ മനസ്സ് ഉണർത്തി തരുന്നതല്ലേ? ഇതേ ദേഹത്തെ ഇല്ല എന്ന് ഉണർത്തിക്കൊണ്ടല്ലേ നമ്മൾ കിടന്നുറങ്ങുന്നത്. അപ്പോൾ 24 മണിക്കൂറിൽ എത്ര മണിക്കൂർ നിങ്ങൾക്ക് ദേഹമുണ്ട്? ഒന്ന് പറയും. 24 മണിക്കൂറിൽ എത്ര മണിക്കൂർ നിങ്ങൾക്ക് ദേഹബോധമുണ്ട്? പരമാവധി 16 മണിക്കൂർ. 8 മണിക്കൂർ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾക്ക് ദേഹമുണ്ടോ? മറുപടി പറയണപ്പാ. എല്ലാവരും പറയാം, അല്ലെങ്കിൽ ചിലർ പറയും. ദേഹമുണ്ടോ? ഇന്നലെ ഉറങ്ങിയപ്പോൾ ദേഹം ഉണ്ടായിരുന്നോ? പിന്നെ എന്താ? അപ്പം ദേഹം എന്ന് പറയണത് നമുക്ക് 24 മണിക്കൂറും ഇല്ല, ഉറങ്ങുന്ന സമയമില്ല. അപ്പം ദേഹമുണ്ടെന്ന് മനസ്സ് തോന്നിക്കുന്നതാണ്. ഇല്ല എന്നതും നിങ്ങളുടെ ബോധം തന്നെ തോന്നിക്കുന്നതാണ്. ഏത് മനസ്സാണോ ദേഹമുണ്ടെന്ന് തോന്നിക്കുന്നത്, അതേ മനസ്സ് ദേഹം ഇല്ല എന്നും തോന്നിക്കണു. അപ്പം ദേഹമോ മുഖ്യം, മനസ്സോ മുഖ്യം? ആ മനസ്സ് ദേഹമാണോ? ദ്രവ്യമാണോ? ഊർജമാണോ? അത് ഉണർവല്ലേ? ആ ഉണർവാണോ നിങ്ങൾ? അതോ മാറ്ററും എനർജിയുമായിട്ടുള്ള ദേഹമോ? മനസ്സിലാവണില്ലേ? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ശരീരം എന്ന് പറയുന്നത് ദ്രവ്യോർജങ്ങളുടെ സംഘാതമാണ്. ആ സംഘാതമല്ല ഉണർവ്. ഉണർവ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഒന്ന് വേറെയാണ്. ബാക്കിയുള്ളവരെ ഉണർത്തി തരണു. ഈ ദേഹം നിങ്ങളെ ആരെ ഉണർത്തി തരണു? ഉറങ്ങുന്ന ഒരാൾ, അയാളുടെ ദേഹത്തിൽ ഒരു കല്ല് കൊണ്ട് വച്ചാൽ പോലും അയാൾക്ക് അറിയോ? എന്തേ ഉണർത്തി തരുന്നത് ദേഹമല്ല, ഉണർത്തി തരുന്നത് മനസ്സാണ്, ഉണർവാണ്. ആ ബോധോഹം, ആ ബോധമാണ് ഞാൻ എന്നുള്ളത് ഒരു ജ്ഞാന ഖഡ്ഗമാകട്ടെ, ഒരു വാളാകട്ടെ. ആ വാളെടുത്തിട്ട് എന്തു വേണം? ഈ അഭിമാന പാശത്തെ തന്നികൃത്യ, അതിനെ മുറിക്കൂ. സുഖീഭവ. എന്നാൽ കിട്ടാൻ പോകുന്ന നേട്ടം എന്താ? സുഖിയായിട്ട് വാഴാം. നിങ്ങൾക്കിതിൽ കൂടുതൽ എന്താപ്പാ ചോദിക്കാനുള്ളത്? ഒരു സ്ഥലത്ത് ഇരിക്കൂ. ദേഹം ജഡമാണ്, അതിനെ ഉണർത്തി തരുന്ന ഉണർവാണ് ഞാൻ. ഉണർവ് ദേഹമല്ല, ദേഹാംഗമല്ല, അത് മാറ്ററല്ല, എനർജിയല്ല, അത് കോൺഷ്യസ്നെസ് ആണ്. അതാണ് ഞാൻ, അതാണ് ഞാൻ, അതാണ് ഞാൻ, അതാണ് ഞാൻ. അങ്ങനെ മനസ്സിലാക്കി ആ അറിവിനെ ഒരു വാളുപോലെ ആക്കി മൂർച്ച കൂട്ടി ദേഹാഭിമാനം ആ കെട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് മുറിക്കുക. മുറിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അറിയാം? സുഖമായി എന്നുള്ള ബോധം വരും. ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. ശ്രീധരീയം എന്ന് പറഞ്ഞിട്ടൊരു കണ്ണാസ്പത്രി ഉണ്ട് ട്രഡീഷണലായിട്ട്, എറണാകുളത്തിനടുത്ത്. അവിടെ നടരാജനും അദ്ദേഹത്തിൻ്റെ ഭാര്യ രമയും കൂടി ചികിത്സയ്ക്ക് പോയതാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ദ സയൻസ് ഓഫ് ഇന്നർ റിഡംഷൻ എന്ന് പറഞ്ഞൊരു സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് ഞാൻ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ആദ്യത്തെ വോള്യൂം ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകവും കൊണ്ടുപോയി. ആ പുസ്തകം കൊണ്ടുപോയി വായിച്ച് അദ്ദേഹം പറയുകയാണ്, ധാരാളം സമയം കിട്ടി. രമ ഓരോ തവണയും ചികിത്സയ്ക്ക് പോകുമ്പോൾ 2 മണിക്കൂർ എടുക്കും. അപ്പോൾ ആ 2 മണിക്കൂർ നേരം ഞാൻ ഈ പുസ്തകം വായിച്ച് കണ്ണടച്ച് വായിച്ച് ഉറപ്പിച്ച് കൊണ്ടുവന്ന് സ്വാമിജി
എൻ്റെ സർവ്വവിധ ബന്ധങ്ങളും പോയി ഞാൻ ആകാശസമമായി എന്നാണ് തോന്നണത് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു. അദ്ദേഹം ഒരു ഡോക്ടർ ബിരുദധാരിയാണ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിൻ്റെ എക്സ്പെർട്ടാണ്, ഗവൺമെൻറ് ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള എഴുത്താണ്. എന്തിനാ ഞാനിത് പറയണത്? ഇതൊരു വസ്തുതയാണ്. ആ ഇമെയിലിൻ്റെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. നടന്നത് എവിടെയാണ്? ആസ്പത്രിയിൽ വെച്ച്. അവിടെയാണ് അദ്ദേഹം അത് വായിച്ചതും വിചിന്തനം ചെയ്തതും. ആ വിചിന്തനത്തിൻ്റെ ഫലമായി സ്വാമിജി വസിഷ്ഠൻ ഉപദേശിച്ചു കൊടുത്ത ഓരോരോ ശ്ലോകം, അത് സ്വാമിജി നൽകിയിട്ടുള്ള വിവരണങ്ങൾ, ഇതെല്ലാം വായിച്ച് വായിച്ച് മനസ്സിൽ ഇങ്ങനെ മുത്ത് പതിപ്പിക്കുന്ന മാതിരി പതിപ്പിച്ച് എൻ്റെ ശരീരം മുഴുവനും പോയ മാതിരിയാണ് എനിക്ക് തോന്നുന്നത് എന്ന്. ബോധോഹം ബോധോഹം ബോധമാത്രോഹം ബോധമാത്രോഹം ചിത്സ്വരൂപോഹം. തന്നികൃത്യ സുഖീഭവ. ദേഹാഭിമാനം എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? ദേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെക്കുറിച്ച് ഓരോ കാര്യങ്ങളും നിശ്ചയിക്കുക. നിങ്ങളുടെ അമ്മ പ്രസവിച്ചത് ആരെയാ? അറിയില്ല അല്ലേ? അമ്മയോട് ചോദിക്കും. അമ്മ പ്രസവിച്ചത് ഒരു ശരീരത്തെയാണ് പ്രസവിച്ചത്. ആ ശരീരത്തെയാണ് അമ്മ പ്രസവിച്ചിരിക്കുന്നത്. നിങ്ങൾ ശരീരമാണോ? മിണ്ടില്ല അല്ലേ? എന്തത്ര മടി? ശരീരമല്ലല്ലോ. അപ്പം ശരീരത്തിനെ ചൊല്ലി, അമ്മ പ്രസവിച്ചപ്പോൾ ജന്മം എന്ന് പറയുന്ന ശരീരത്തെ ചൊല്ലി നിങ്ങളെന്തിനാ ജന്മവാനാകുന്നത്? അപ്പം ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഭാവനകളാണ് ഈ അഭിമാനം. ശരീരത്തിൻ്റെ ജന്മമുണ്ട്, അത് വളരുന്നു, അത് ചുങ്ങുന്നു, അത് വയസ്സാകുന്നു, അത് ജീർണിക്കുന്നു, അത് പോകുന്നു. ഇതൊക്കെ ദേഹാവസ്ഥകളാണ്. ദേഹത്തിൽ നിന്ന് അന്യമായിരിക്കുന്ന ഞാൻ, ഉണർവായിരിക്കുന്ന എനിക്ക് ഇങ്ങനെയുള്ള ജന്മമോ വളർച്ചയോ ക്ഷണമോ മരണമോ ഇല്ല എന്നിങ്ങനെ വേണ്ടതുപോലെ അറിയാം. ഇതൊരറിവ് പ്രക്രിയയാണപ്പാ. ഇത് വെറും അറിവും അനുഭവമാണ്. ഇവിടെ വേറെ ഒന്നും വരുന്നില്ല. ഇവിടെ ഒരു ജാതിയില്ല, മതമില്ല, പുരുഷനില്ല, സ്ത്രീയില്ല, ഇന്ത്യക്കാരൻ, പാശ്ചാത്യൻ, ഒരു തോന്നലും ഇവിടെ കൊണ്ടുവരണ്ട. ഞാൻ ഉണരുന്നതാണ് എൻ്റെ ദേഹം. ഞാൻ ഉണർച്ചയാണ്. ആ ഉണർച്ചയ്ക്ക് പാത്രമാണ്, കാണുന്നതും അനുഭവിക്കുന്നതുമാണ് ഈ ദേഹം എന്ന് പറയുമ്പോൾ, ആദ്യം ഞാൻ പറഞ്ഞതുമാതിരി യുഷ്മദസ്മത് പ്രത്യേക ഗോചരയോഹോ എന്ന് പറഞ്ഞല്ലോ. ഇത് വിഷയമാണ്. ഞാനാകട്ടെ വിഷയി എന്ന് മനസ്സിലാക്കി സുഖിയായിട്ടിരിക്കൂന്ന്. നിസ്സംഗോ നിഷ്ക്രിയോസിത്വം സ്വപ്രകാശോ നിരഞ്ജനഃ അയമേവ ഹി തേ ബന്ധഃ സമാധിമനുതിഷ്ഠസി. നോക്കൂ, അഷ്ടാവക്രൻ പറഞ്ഞ് എവിടം വരെ ചെല്ലണൂന്ന്. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ? എന്താ എല്ലാവരും പറയാത്തെ? നിസ്സംഗോ നിഷ്ക്രിയോസിത്വം സ്വപ്രകാശോ നിരഞ്ജനഃ അയമേവ ഹി തേ ബന്ധഃ സമാധിമനുതിഷ്ഠസി. നിസ്സംഗോ നിഷ്ക്രിയോസിത്വം സ്വപ്രകാശോ നിരഞ്ജനഃ അയമേവ ഹി തേ ബന്ധഃ സമാധിം അനുതിഷ്ഠസി. ഓർ തിഷ്ഠതി? സി. സമാധിമനുതിഷ്ഠസി. നിസ്സംഗോ നിഷ്ക്രിയോസിത്വം. ഒന്ന് കേൾക്കണപ്പ. ത്വം എന്ന് പറഞ്ഞാൽ നീ താൻ എന്നർത്ഥം. ജനകനോട് പറയണു നിസ്സംഗഃ, അങ്ങ് നിസ്സംഗനാണ്. നിങ്ങളുടെ മനസ്സ് ഏതെങ്കിലും ഒരു സാധനത്തിൽ ഒട്ടുമോ? എന്താ മിണ്ടാതെ? കാറ്റ് നമ്മുടെ ഉള്ളിൽ കടന്നു പോണു. ആ കാറ്റ് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ, ഒരു അവയവത്തോടു കൂടി ഒട്ടുന്നുണ്ടോ?
കാറ്റിനേക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന മനസ്സ്, ചേതനാത്മകമായ മനസ്സ്, അതിന് ഏതെങ്കിലും ഒരു തരത്തിലൊരു കറയോ കുറയോ വരുമോ? ബുദ്ധി കൊണ്ട് ആലോചിച്ച് പറയൂപ്പാ. ആകാശത്തിൽ കറ പിടിക്കോ? മണം കയറുമോ? അതിന് ഇരുട്ട് ബാധിക്കോ? പ്രകാശം പ്രവേശിക്കോ? ആകാശത്തിനേക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന ചേതനാതലത്തിലോ ഒന്നും വരില്ല. അതുകൊണ്ട് അങ്ങയ്ക്ക് ഒരു വിധത്തിലുള്ള സംഘം ഒട്ടലുമില്ല. നിഷ്ക്രിയോസി, ഒരു തരത്തിലുള്ള ചലനമോ പ്രവൃത്തിയോ അങ്ങയ്ക്കില്ല. ചലനം നടക്കുന്നത് ഇന്ദ്രിയ തലത്തിലാണ്, ദേഹതലത്തിലാണ്, വായുതലത്തിലാണ്, ശ്വാസതലത്തിലാണ്, മനസ്തലത്തിലാണ്, ബുദ്ധിതലത്തിലാണ്, അഹങ്കാരത്തിലാണ്. അതിനൊക്കെ അപ്പുറത്തുള്ള ആത്മതലമാണ് വാസ്തവത്തിൽ അങ്ങ്. അവിടെ ഒരു വിധത്തിലുള്ള ചലനവുമില്ല, പ്രവൃത്തിയുടെ ഫലവും അവിടെ ഏശില്ല. സ്വപ്രകാശ സ്വപ്രകാശ. ഒന്ന് പറയും, ഓരാ ഉറക്കെ പറയും, ഒരിക്കൽ കൂടി. എന്താണ് ഈ വാക്കിന് അർത്ഥം? ചിന്തിക്കണം നിങ്ങൾ. എന്താണ് ഈ വാക്കിന് അർത്ഥം? ഈ വാക്കിനർത്ഥം സ്വയം പ്രകാശിപ്പിക്കുന്നതാണത്. അതിനെ പ്രകാശിപ്പിക്കാനായി വേറെ ഒന്നും വേണ്ടാന്ന്. ഇപ്പൊ സൂര്യൻ ഉദിച്ചു. സൂര്യൻ ഉദിച്ചത് കൊണ്ട് ഭൂതലം മുഴുവനും പ്രകാശിക്കപ്പെട്ടുവോ? സൂര്യൻ ഉദിച്ചപ്പോ എല്ലാം കാണപ്പെടുന്നു എന്ന് പറയാൻ സൂര്യപ്രകാശത്തെയും വസ്തുക്കളെയും ഒരുപോലെ കാണിച്ചു തരുന്ന കണ്ണ് വേണ്ടേ അവിടെ? കണ്ണില്ലെങ്കിൽ സൂര്യപ്രകാശം നിങ്ങൾ അറിയോ? വസ്തുക്കളെയും കാണുമോ? അപ്പൊ സൂര്യപ്രകാശമാണോ കാണിച്ചു തരുന്നത്? നിങ്ങളുടെ കണ്ണോ? അപ്പൊ സ്വയം പ്രകാശം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? സൂര്യന്റെ പ്രകാശം സ്വയം പ്രകാശമാണെങ്കിൽ വേറെ ഒരു സാന്നിധ്യവുമില്ലാതെ അത് സ്വയം പ്രകാശിപ്പിച്ചോളും. അങ്ങനെ ചെയ്യണില്ലല്ലോ. അപ്പൊ സ്വപ്രകാശം എന്നുള്ള വാക്കിനർത്ഥം സ്വയം പ്രകാശിക്കുന്നത്. നമ്മുടെ ദേഹത്തെ പോലും നാം കണ്ണുകൊണ്ടാണ് കാണുന്നത്, കൈകൊണ്ടാണ് തൊടുന്നത്. നമ്മുടെ മനസ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് നാം സ്വയം അറിയുന്നതാണ്. അപ്പം എൻ്റെ ദേഹം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് അവയെല്ലാം അതിക്രമിച്ച് ചെന്ന് ഞാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാനെ പ്രകാശിപ്പിക്കാൻ അവിടെ വേറെ വല്ലതും ഉണ്ടോ? ഞാൻ എന്നുള്ള പ്രകാശം സ്വയം ഉദിക്കുന്നതല്ലേ? ആ ഞാൻ ഉള്ളപ്പോഴല്ലേ ബാക്കി എൻ്റെ 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 എന്ന് പറയാൻ ഉള്ളിലുള്ള മനോബുദ്ധി അഹങ്കാരങ്ങളും പുറത്തുള്ള ശരീരം, ഇന്ദ്രിയങ്ങൾ, ലോകവസ്തുക്കളും ഉള്ളത്. അപ്പൊ സ്വയം പ്രകാശം എന്ന് പറയുന്ന ആ സ്ഥാനം ഈ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പ വേറെ ഒന്നിനുമില്ല. ആ സ്വയം പ്രകാശമാണ് അങ്ങ്. അങ്ങനെ സ്വയം പ്രകാശമായിരിക്കുന്ന അതിന് നിരഞ്ജന, ഒരു തരത്തിലുള്ള കറയോ കുറയോ സ്കാറോ പുള്ളിയോ വള്ളിയോ ഒന്നും അതിന് തട്ടില്ല. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യേവച എന്നൊക്കെ ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞതാണത്. ഇതാണ് വാസ്തവമെങ്കിൽ പിന്നെ എന്താണ് അഷ്ടാവക്ര മഹർഷി എനിക്കുള്ള ബന്ധമോ? അയമേവ ഹി തേ ബന്ധ. ഇതാണ് ജനക മഹാരാജാവേ അങ്ങയ്ക്കുള്ള ബന്ധം. എന്ത്? സമാധിമനുതിഷ്ഠസി. എവിടുന്നോ ഒരു വാക്ക് കേട്ടു സമാധിന്ന്. ആ സമാധി എന്ന് വാക്ക് കേട്ട് താൻ എന്താണോ ചെയ്യണത്? ഞാൻ സമാധിയാണ് ചെയ്യണത്. ഇന്ന് ലോകത്തിലെ എല്ലാവരും യോഗ ചെയ്യല. അത് യോഗം എന്നും കൂടി പറയില്ല. യോഗ ഭാരതത്തിലുള്ളവർ പറയുക എന്താണോ ചെയ്യണേ? യോഗ ചെയ്യുക. ഇത് യോഗ ചെയ്യണേ? കുറുന്തോട്ടിയോ? എന്താ അത്? ഞാൻ യോഗം അഭ്യസിക്കണു എന്ന് പറഞ്ഞൂടെ? അതില്ല അവർക്ക്. അത് ഇംഗ്ലീഷായി മറ്റവർ പറയണമാതിരി ആവർത്തിക്കുന്നു. തത്തമ്മേ പൂച്ച, തത്തമ്മേ പൂച്ച. ഇങ്ങനെയുണ്ടോപ്പ അവനവൻ്റെ സ്വത്ത് കളഞ്ഞു കുളിക്കുന്നവർ. എന്താ യോഗം എന്നൊരു വക്കും തുമ്പ് അവർക്ക് അറിയില്ല. ശരിയായിട്ടുള്ള യോഗശാസ്ത്രം എന്താ? അതാണ് ഭഗവത്ഗീത. ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ എന്നാ പറയണത്. ശരിയായിട്ടുള്ള യോഗം ഒരു ശാസ്ത്ര രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത് ഭഗവത്ഗീതയിലാണ്. ആ ഭഗവത്ഗീതയിലുള്ള യോഗത്തിൽ വിഷാദ യോഗത്തിൽ നിന്ന് തുടങ്ങി സന്യാസ യോഗം വരെ എത്തിക്കുന്ന 18 അധ്യായങ്ങളാണ് അതിൽ മുഴുവൻ യോഗമാണ് കൃഷ്ണൻ ചർച്ച ചെയ്തിരിക്കുന്നത്.
അതിൻ്റെ യേശും കൂശി ഇവർക്ക് അറിയില്ല. എന്നിട്ട് ഞാൻ യോഗ ചെയ്യണം. ഒരു സമാധി എന്നൊരു വാക്ക് കേട്ടു, എന്നിട്ട് അതിൻ്റെ പിന്നാലെ പോവുക. എന്തിന് സമാധി, എന്താണ് സമാധി, ആര് ചെയ്യണം, എവിടെ ചെയ്യണം, എന്തിന്, എന്താണ് ഇതിൻ്റെ മുൻപ് പിൻപ് ഉള്ളടക്കം, ഇതൊന്നും ചിന്തിക്കണില്ല. അപ്പം അങ്ങക്കുള്ള ബന്ധം എന്താ? സമാധിമനുതിഷ്ഠസി. എടോ എന്തിനാ സമാധി? അങ്ങ് സ്വയം പ്രകാശമാണ്. അതിലൊരു കറയുമില്ല, കുറയുമില്ല, ബന്ധനമില്ല. അത് സ്വയം മുക്തമാണ്. മുക്തപ്രായോസി സർവത എന്നൊക്കെ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ഈ സമാധിയെ പിന്തുടർന്ന് അത് അനുഷ്ഠിക്കാനും സാക്ഷാത്കരിക്കാനും പുറപ്പെടുന്നു എന്നുള്ളതാണ് തകരാറ്. ഈ ഞാൻ ആ ഞാൻ സ്വയം പ്രകാശമാണ്. ബാക്കി എല്ലാറ്റിനെയും വെളിപ്പെടുത്താൻ നിങ്ങൾക്കൊരു വെളിച്ചം വേണം. കൂരിരുട്ടിലെടുക്കൂ, കണ്ണടയ്ക്കൂ, കയ്യും പൊന്തിക്കൂ. എന്നാലും നിങ്ങൾക്കറിയില്ലേ എനിക്കൊരു ദേഹമുണ്ട്, ഞാനുണ്ട് എന്ന്? അറിയില്ലേ? ആരാ പറഞ്ഞു തരണത്? സൂര്യനോ ചന്ദ്രനോ? കേൾക്കൂ ഉപനിഷത്തിൻ്റെ പാട്ട്. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവമിദം വിഭാതി. ഇതൊക്കെ ഒന്ന് പ്രതിഷ്ഠിക്കുന്നപ്പാ നിങ്ങളുടെ വീട്ടിൽ എഴുതി വയ്ക്കൂ ചില്ലിൽ. ഇന്നത്തെ കാലത്തൊക്കെ കിട്ടൂല്ലോ, സർവ്വമുറിയിലും തൂക്കേൻ. ന തത്ര സൂര്യോ ഭാതി, അവിടെ സൂര്യപ്രകാശം ചെല്ലില്ല. ന ചന്ദ്രതാരകം, ചന്ദ്രനും നക്ഷത്രങ്ങളും ചെല്ലില്ല. നേമാ വിദ്യുതോ ഭാന്തി, ഇടിമിന്നലില്ല. കുതോയമഗ്നിഹി, നമ്മൾ കർപ്പൂരം കാണിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രമാണിത്. ഞാനൊരു ദീപം കൊണ്ടൊരു ആരാധന നടത്തണമല്ലോ. ഇത് ആർക്ക് വേണ്ടിയിട്ട്? ആരെ പ്രകാശിപ്പിക്കാൻ? ബിംബത്തിൻ്റെ കണ്ണും മൂക്കും വ്യക്തമായി കാണും എന്നല്ലാതെ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന സ്വയം പ്രകാശമായ ഞാനെ വെളിപ്പെടുത്താൻ ഈ ദീപം സഹായിക്കുമോ? എന്താ വെളിപ്പെടാതെ പറയണപ്പാ? ഭാരതീയരാണ് നിങ്ങൾ, ഉറക്കെ പറയിൻ, പേടിക്കരുത്. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി. എന്താ കാരണം? തമേവ ഭാന്തം അനുഭാതി സർവം. ആ ഉള്ളിലുള്ള സ്വയം പ്രകാശമായ ഞാൻ പ്രകാശിക്കുമ്പോഴാണ് ബാക്കിയെല്ലാം പ്രകാശിക്കുന്നത്. തസ്യ ഭാസ സർവമിദം വിഭാതി, അതിൻ്റെ പ്രകാശത്താലാണ് ഈ കാണുന്നത് മുഴുവൻ ഇവിടെ പ്രകാശിക്കുന്നത്. നമുക്കൊരു ശ്ലോകമുണ്ട്, കിം ജ്യോതി സ്തോത്രം എന്നാണ് പറയുക. കിം ജ്യോതിസ്തവ ഭാനുമാനഹനിമേ രാത്രൗ പ്രദീപാദികം സ്യാദേവം രവിദീപദർശന വിധൗ കിം ജ്യോതിരാഖ്യാഹിമേ. ചക്ഷുസ്തസ്യ നിമീലനാദി സമയേ കിം ധീർധിയോ ദർശനേ കിം തത്രാഹമതോ ഭവാൻ പരമകം ജ്യോതിസ്തദസ്മി പ്രഭോ. ഒരു ഗുരു ശിഷ്യനോട് ചോദിക്കുകയാണ്, കിം ജ്യോതിസ്തവ, നിനക്ക് വെളിച്ചം കാണിച്ചു തരുന്നത് ആരാണ്? കിം ജ്യോതിസ്തവ. ശിഷ്യൻ മറുപടി പറയണു, ഭാനുമാനഹനിമേ, പകൽ മുഴുവനും സൂര്യനാണ്. രാത്രൗ, രാത്രിയിലോ പ്രദീപാധികം, ചരാതോ വിളക്കോ ഫ്ലോറസൻ ലാമ്പോ അങ്ങനെയുള്ളതൊക്കെ. സ്യാദേവം, സമ്മതിച്ചു, അങ്ങനെ ആയിക്കോട്ടെ. രവിദീപദർശന വിധൗ കിം ജ്യോതി. ഈ സൂര്യപ്രകാശത്തെയും സൂര്യപ്രകാശത്തിൽ മറ്റു വസ്തുക്കളെയും വിളക്കിനെയും വിളക്കിൻ്റെ പ്രകാശത്തെയും എല്ലാം കാണിച്ചു തരുന്ന പ്രകാശം എന്താണെന്ന് പറയാമോ? കിം ജ്യോതിരാഖ്യാഹിമേ. കേട്ടു? കേട്ടു? ചക്ഷുഹു, എന്ത് സൂര്യൻ ഭൂമിയുടെ പകുതി തലം മുഴുവനും പ്രകാശിപ്പിക്കുന്നു. എത്ര വിസ്താരമാണതിന്, എത്ര വൈവിധ്യങ്ങളുണ്ട്, അനന്ത ദൂരങ്ങൾ, അനന്ത വസ്തുക്കൾ, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നു. രാത്രിയാണെങ്കിൽ വിളക്ക്. ഇത് രണ്ടിനെയും നിനക്ക് പ്രകാശിപ്പിച്ചു തരുന്നത് ആരാ? എന്തുകൊണ്ടാണ് ഈ രണ്ടും കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ രവിദീപദർശന വിധൗ കിം ജ്യോതിരാഖ്യാഹിമേ. ചക്ഷുഹു, കണ്ണാണ്, സമ്മതിച്ചു.
തസ്യ നിമീലനാദി സമയേ. ആ കണ്ണടച്ചാൽ നീ ചെത്തുവോ? മരിച്ചോ? ഇല്ലെൻ്റെ അയ്യോ. അപ്പം കണ്ണടച്ചാൽ ഞാൻ കണ്ണടച്ചിട്ടുണ്ട്, എനിക്ക് ഒന്നും കാണാനില്ല എന്ന് പറയാൻ ഒരു ഉണർവ് വേണമല്ലോ. ആ കണ്ണടയ്ക്കുന്ന സമയത്ത് ആരാണ് പ്രകാശം? നിമീലനാദി സമയേ കിം ധീഹി, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ബുദ്ധി. ധിയോദർശനേ, ഒരു ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞ് ആരാണ് വെളിപ്പെടുത്തി തരുന്നത്? കിം തത്രാഹം, ഞാൻ തന്നെയാണ് എനിക്ക് ബുദ്ധിയുണ്ടെന്ന് പറയണത്. ബുദ്ധിയെ ഒരൊറ്റ തരത്തിലേ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ബുദ്ധി, എൻ്റെ ദേഹം, എൻ്റെ മനസ്സ്, എൻ്റെ സുഖം, എൻ്റെ ദുഃഖം, എൻ്റെ ഉറക്കം, എൻ്റെ സ്വപ്നം, എൻ്റെ ഉണർച്ച, ഇതെല്ലാറ്റിനെയും വെളിപ്പെടുത്തി തരുന്നത് ആരാ? തത്രാഹം, അതാണ് ഞാൻ. അപ്പം ആ ഞാൻ ആരാ? ഭവാൻ പരമകം ജ്യോതിസ്തദസ്മി പ്രഭോ. അപ്പം എല്ലാറ്റിനും എവിടുന്നാ പുറപ്പെട്ടത്? നമ്മൾ സൂര്യപ്രകാശം, ലോകം, രാത്രി വിളക്ക്, ഇതൊക്കെ കാണിച്ചു തരുന്ന കണ്ണ്, കണ്ണടച്ചാൽ ബുദ്ധി, ബുദ്ധിയെ വെളിപ്പെടുത്താൻ ഞാൻ. അപ്പം എല്ലാറ്റിലും വലിയ പ്രകാശം, മൂലപ്രകാശം, സ്വയം പ്രകാശമാരാ? അഹം ജ്യോതിഹി തദസ്മി പ്രഭോ. സമ്മതിച്ചു മഹാപ്രഭോ, ഞാൻ തന്നെയാണ് പരമജ്യോതിസ്. പരമജ്യോതിസ് കേൾക്കുന്നുണ്ടോ എൻ്റെ പൊന്നു കൂട്ടരെ? ഇതാണ് ഭാരതം, ഇതാണ് നമ്മുടെ സംസ്കാരം, ഇതാണ് നമ്മുടെ ആധ്യാത്മികത. ഇതിൽ നിന്നാണ് ഇവിടെയുള്ള ദേവീദേവന്മാർക്ക് മുഴുവൻ സാങ്ഷൻ കിട്ടിയിട്ടുള്ളത്, സ്ഥാനം. അത് ഗണേശനായാലും സുബ്രഹ്മണ്യനായാലും കാളിയായാലും കരാളിയായാലും സർവ്വ ആൾക്കാർക്കും കിട്ടിയിട്ടുള്ള സ്ഥാനം ഈ പരമപ്രകാശത്തിൽ നിന്നാണ്. ഇതറിയുന്ന 4 പേരെങ്കിലും നമ്മുടെ രാജ്യത്തിലുണ്ടെങ്കിൽ ആ 4 പേരാണ് ഇവിടെ നിർണായകം എന്ന് മനസ്സിലാക്കിക്കോളൂ. അവർ വലിയ ധൂംധാമോട് കൂടി സംസാരിച്ചോളണമെന്നൊന്നുമില്ല, അത്ര വിശേഷപ്പെട്ടതാണ്. കണ്ണടച്ച് ഗൃഹേപി പഞ്ചേന്ദ്രിയ നിഗ്രഹസ്തഭ, വീട്ടിലായാലും 5 ഇന്ദ്രിയങ്ങളെ ഒതുക്കി മിണ്ടാതെ ഒരു സ്ഥലത്തിരുന്ന് മനസ്സിനെ നിരീക്ഷിക്കുന്നതായ ആ തപസ്സുണ്ടല്ലോ, ഏറ്റവും വലിയ തപസ്സാണത്. തപസ്സാണത്. ഈ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലിയിട്ട് നിർത്താം. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഃ തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസാ സർവമിദം വിഭാതി. കിം ജ്യോതിസ്തവ ഭാനുമാനഹനിമേ രാത്രൗ പ്രദീപാദികം സ്യാദേവം രവിദീപദർശനവിധൗ കിം ജ്യോതിരാഖ്യാഹി മേ. ചക്ഷുസ്തസ്യ നിമീലനാദിസമയേ കിം ധീർധിയോ ദർശനേ കിം തത്രാഹമതോ ഭവാൻ പരമകം ജ്യോതിഹി തദസ്മി പ്രഭോ. നിങ്ങളെ എല്ലാവരെയും അങ്ങനെ ആക്കിക്കൊണ്ടാണ് ഭൂമാനന്ദ സ്വാമി ഈ അഷ്ടദിന പരിപാടി ആത്മതത്വ സമീക്ഷ ഇക്കൊല്ലം പരിസമാപിക്കുന്നത്. ഇത് വിട്ടാൽ എനിക്ക് ഒന്നും പറയാനില്ല. ആരാരെല്ലാം ഇവിടെ വന്ന് സന്നിഹിതരായി ഈ ആത്മതത്വ സമീക്ഷ എന്ന് പറയുന്ന ഈ സമീക്ഷണ യജ്ഞം സ്വന്തം ഉള്ളിലുള്ള ചൈതന്യത്തെ നിരീക്ഷണത്താലും നിഗമനത്താലും പരീക്ഷിച്ച് മനസ്സിലാക്കാൻ പുറപ്പെടുന്ന ഈ സദസ്സുണ്ടല്ലോ, നിങ്ങളെല്ലാവരും അഭിനന്ദനാർഹരാണ്, അനുഗ്രഹീതരാണ്. ഞാൻ എല്ലാവരെയും മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിലും തലമുറകളിലും നല്ല നല്ല സന്താന പരമ്പര ഉണ്ടാകട്ടെ. കുടുംബസ്നേഹം, സമാജസ്നേഹം, ഈശ്വരഭക്തി അവരുടെ ജീവിതം മൂലം സ്വന്തം രാജ്യത്തിനും ലോകത്തിനും ഗണ്യമായ സംഭാവന ഉത്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത് എല്ലാവർക്കും ആദരവും മതിപ്പും ഉണ്ടാവത്തക്ക വിധത്തിലുള്ള ഒരു ജീവിതചര്യയ്ക്ക് ഉടമസ്ഥന്മാരാകുന്ന സന്താനങ്ങൾ ഉണ്ടായി ദേശഭക്തിയോടുകൂടി സംസ്കാരഭക്തിയോടുകൂടി പൈതൃക പാരമ്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവനവൻ്റെ ചൈതന്യം വേണ്ടതുപോലെ ഉണർന്ന് അതിൻ്റെ നിഴലിലും അതിൻ്റെ പ്രകാശത്തിലും എല്ലാവരും സമ്പദ് സമൃദ്ധിയോടുകൂടി ഐശ്വര്യത്തോടുകൂടി നിറഞ്ഞ് മികവും തികവുമായി കംപ്ലീറ്റായിട്ട് നല്ലപോലെ പൂർണ്ണമായി ജീവിക്കും. അതിനുവേണ്ടി ഞാൻ എല്ലാവരെയും മനസ്സാ
ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. ക്ഷമയോടുകൂടിയിരിക്കുക. ഇനിയുള്ള പരിപാടികളെല്ലാം വേണ്ടതുപോലെ നമുക്ക് നടത്തണം. ഇവിടെ നമ്മളൊരു ജ്ഞാനപ്രസാദം എന്ന് പറഞ്ഞൊരു പ്രസാദം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, സ്വാമിജി ഈ ജ്ഞാനപ്രസാദം കൊടുത്താൽ മാത്രം പോരാ, എന്തെങ്കിലും ഒരു പ്രസാദം ശരീരത്തിനും വേണം എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടു. അപ്പോൾ അതും തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രസാദമായിക്കൊണ്ടിരിക്കുക. ഈ പറയുന്നതൊക്കെ കേട്ട് അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട്, അങ്ങനെയാണല്ലോ ഭഗവാന്റെ മുൻപിൽ വെച്ച് പ്രസാദം നിവേദിക്കുന്നതിൻ്റെ ഉദ്ദേശം. അതിൽ മനുഷ്യകൃതമായിട്ടുള്ള ആ വസ്തു ദിവ്യഭാസുരമായി തീരണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് പ്രസാദം തരുമ്പോൾ ഒരു ലിറ്ററേച്ചറാണ്. വളരെ കഷ്ടപ്പെട്ട് നല്ലൊരു തപസ് എന്നുള്ള നിലയ്ക്കാണ് തയ്യാർ ചെയ്തിരിക്കുന്നത്. അത് കയ്യെ കിട്ടുമ്പോഴേക്കും ഇങ്ങനെ മടക്കരുത് കേട്ടോ. ഒരു ഉരുണ്ടിട്ടൊരു സാധനവും കിട്ടി ഇതും കൂടി അതിൻ്റെ ഉള്ളിൽ പൊതിയണമാതിരി ഒരു കടലാസാക്കരുത് എന്ന് എനിക്ക് പറയാനുണ്ട്. നേരം സംസ്കാര സമ്പന്നതയോടുകൂടി ആ പ്രസാദത്തിന് പ്രസാദമായും ലിറ്ററേച്ചറിനെ ലിറ്ററേച്ചറായും കണ്ട് നല്ലപോലെ വാങ്ങി വേണ്ടതുപോലെ കൊണ്ടുപോകും. നന്നായിരിക്കും. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവ പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധ സ്വരൂപം പരം നിശ്ചലം നിർഗുണം സർവരൂപം ഭജേഹം സദാനുസ്മരാമി പ്രണൗമി. ഹരി ഹരി. എല്ലാവരും ഓ മനസ്സിലുള്ള ദുഃഖവും സുഖവും പരസ്പര പൂരകമാണെന്ന് മനസ്സിലാക്കി രണ്ടിൻ്റെയും ഉറവിടമായ ഉൾസത്തയാണ് സ്ഥിരമായി നിൽക്കുന്നത്. അതുമാത്രമാണ് നമുക്ക് ആശ്രയം. അതുതന്നെയാണ് നമ്മുടെ സ്വരൂപം എന്ന് മനസ്സിലാക്കി എല്ലാവരും സന്തോഷമായി ജീവിക്കൂ, സുഖമായി കടന്നുറങ്ങൂ. ഒന്നിലും കൂടുതൽ ഒട്ടൽ വേണ്ട, നമ്മിൽ ഒട്ടാൻ അനുവദിക്കുകയും വേണ്ട. എല്ലാവരും വേണ്ടതുപോലെ നന്നായിരിക്കും. മനസ്സായ എല്ലാവരെയും ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം തുടർച്ചയായിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കമ്മിറ്റിക്കാർക്കൊരു അഭിപ്രായമുണ്ട്. കുറച്ചുകൂടി ആൾക്കാരൊക്കെ അവരെ ഉത്സാഹിപ്പിക്കാൻ പങ്കുചേരണം, ചെറുപ്പക്കാരും വരണം എന്നൊക്കെ. ഇതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യുക. ഞാൻ വിചാരിച്ചു ഭഗവത്ഗീത കഴിഞ്ഞതോടുകൂടി ഈ തൃശ്ശൂർ പ്രോഗ്രാം നിർത്താമെന്ന്. അതത് പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തുടങ്ങി വെച്ചുവല്ലോ. ശരി, ആകാവുന്നിടത്തോളം ചെയ്യാം. പക്ഷെ അതിൽ ഉത്സാഹം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. കൊല്ലത്തിലൊരിക്കൽ നമ്മളിങ്ങനെ മീറ്റ് ചെയ്താൽ പോരാ. ഞങ്ങൾ ആശ്രമത്തിലോ വേറെ എവിടെയെങ്കിലോ കുറച്ച് പരിമിതമായി 50-100 പേർക്ക് അടങ്ങുന്ന ഒരു ഏകദിനമോ ദ്വിദിനമോ ആയ പൂർണ്ണ പരിപാടിയിൽ നമുക്ക് കൂടുതൽ പരിചയപ്പെടാനും ആശയവിനിമയം ചെയ്യാനും എല്ലാം പറ്റും. അങ്ങനെയുള്ളത് ചെയ്യാം. പക്ഷെ അതിന് തയ്യാറുള്ളവരും ആവശ്യമുള്ളവരും ഞങ്ങളെ അറിയിച്ച് ഞങ്ങളോട് ബന്ധപ്പെടേണ്ടി വരും. മിനിമം വേണ്ടത് ഒരു എഴുത്തെഴുതി അവരുടെ ഇഷ്ടമോ സമ്മതമോ നമ്മളെ അറിയിപ്പിക്കുകയാണ് ആവശ്യം. ആ വഴിക്ക് നിങ്ങളെല്ലാവരും ചിന്തിക്കും. ഹരി ഓം. ജയ ജയ.